ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, ലിസി സുരേഷ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ സിസ്റ്ററെ. ഓക്കെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് കർത്താവ് നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊപ്പാ ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, ദൈവമേ, പ്രിയ കർത്താവിൻ്റെ ദാസ്യമായ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ മഹാസാന്നിധ്യത്തിനുള്ളിലാ ഞങ്ങളെ അല്പസമയം ഇരുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് പ്രിയ സഹോദരി സാക്ഷ്യം പറയുവാൻ, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുവാനുള്ള കൃപ കർത്താവ് കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഗൈഡ് ചെയ്യുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് കർത്താവിനോട് അടുക്കുന്നതിനത് മുഖാന്തരമായി തീരുവാൻ വലിയ ദൈവത്തിൻ്റെ വലിയ നാമം ഈ ഹല്ലേലൂയ കർത്താവേ, ഈ പകൽക്കാലം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവമോടൊന്ന് സഹായിച്ചാട്ട. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ഹല്ലേലൂയ ശക്തിക്കുള്ളിൽ ഞങ്ങളെ ഇരുത്തിയാട്ട. കർത്താവ് നെറ്റ്വർക്ക് സിസ്റ്റം എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും അങ്ങ് കൺട്രോൾ ചെയ്താട്ട, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസിയുടെ സാക്ഷ്യത്തിന് എനിക്ക് തോന്നുന്നു ദേവദാസിയുടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. സാക്ഷ്യത്തിലൂടെ നമുക്കതൊക്കെ കേൾക്കാം. കർത്താവ് വിടുവിച്ച വിടുതലും കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ അത് അനേകർക്ക് ഒരാശ്വാസമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഓക്കെ ദേവദാസി, ഈ സമയം ഞാൻ ദേവദാസിക്ക് സാക്ഷ്യം പറയുവാനുള്ള സമയം തരികയാണ്. ദേവദാസിക്ക് തുടരാം. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ജോയിസ് ടി വിയിലേക്ക് ക്ഷണിച്ചതായ കർത്താവിന്റെ ദാസി ജോയിസ് സിസ്റ്റർക്ക് വേഗം വരുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. എന്റെ പേര് ലിസി എന്നാകുന്നു. എന്റെ സ്വന്തം സ്ഥലം പുനലൂർ എന്ന് പറഞ്ഞ കൊല്ലം ഡിസ്ട്രിക്ട് പുനലൂർ എന്ന് പറഞ്ഞ ദേശത്താണ്. എന്റെ മാതാപിതാക്കൾ അവിടെയാണ് ആയിരിക്കുന്നത്. എന്റെ പിതാവ് ഒരു മിലിറ്ററി മാൻ ആയിരുന്നു. സുബേദാർ മേജർ ആയിട്ടാണ് റിട്ടയർഡ് ആകുവാൻ തക്കോണം ഇടയായി തീർന്നത്. എന്റെ മാതാവ് ഇപ്പോൾ ഭവനത്തിലുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കോണം, കർത്തൃസന്നിധി ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്റെ മാതാവ് മാർത്തോമ ബാക്ക്ഗ്രൗണ്ടും എന്റെ മാതാവ് രണ്ടുപേരും ഇന്ന് മാർത്തോമയിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ ചില പ്രത്യേകമാവുന്ന ഇടപെടൽ നിമിത്തം ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സിസ്റ്ററെ കേൾക്കാമോ? കേൾക്കാം, നോ പ്രോബ്ലം, കണ്ടിന്യൂ ചെയ്തു. ഇടയായി തീർന്നു. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫസ്റ്റ് ആരംഭ നിലകൾ. എന്നാൽ എന്റെ ജനനത്തെ കുറിച്ചാണ് ഇനി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്റെ ഭവനത്തിൽ എന്റെ മാതാപിതാക്കൾ, എന്റെ 2 സഹോദരിമാരുണ്ട്. എനിക്ക് മൂത്ത കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എനിക്ക് സഹോദരന്മാരില്ല, സഹോദരിമാരാണ് ഉള്ളത്. ഞാനാണ് മൂത്ത കുട്ടിയായിട്ട് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 5 മാസം 15 ദിവസം ഉള്ളപ്പോഴാണ് എന്റെ മാതാവ് എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. UP ഡൽഹിയുടെ പ്രദേശത്താണ് എനിക്ക് ജന്മം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്റെ പിതാവ് അപ്പോഴും ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ഒരു മിലിറ്ററി മാൻ ആയിട്ട് തന്നെയാണ് കാണപ്പെട്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അപ്പോൾ ലഭിച്ചിരുന്നില്ല.
എന്നാൽ ചില പ്രത്യേകമാകുന്ന സാഹചര്യങ്ങൾ അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കർത്താവിനെ അറിയുവാൻ തക്കോണം ഇടയായി തീർന്നത്. എന്റെ ബാല്യകാലത്തെ കുറിച്ചാണ് ആദ്യമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മാതാവ് എന്നെ 5 മാസം 15 ദിവസം ഉള്ളപ്പോഴാണ് എനിക്ക് ജന്മം നൽകുവാൻ ഇടയായി തീർന്നത്. ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ മാതാവിനോട് ഡോക്ടർ പറയുവാൻ തക്കോണം ഇടയായി തീർന്നു, ഏതെങ്കിലും ഒരു അംഗവൈകല്യമുള്ളതായ ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ജനിക്കുന്നത് എന്ന് എന്റെ മാതാപിതാക്കളോട് പറയുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ എന്റെ മാതാവ് യഹോവ സാക്ഷിക്കാരുടെ വാക്കുകൾ കേട്ട് മെഡിസിൻ ഒന്നും കഴിക്കാതെ തനിക്ക് കൊടുത്തതായ എല്ലാ മെഡിസിനും തന്നെ അത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഓടയിൽ കൊണ്ടുപോയി ഒഴിക്കുമായിരുന്നു. അതെന്റെ പിതാവിനെ അറിയുകയില്ലായിരുന്നു. എന്നെ ജനിക്കുന്നതിന് ഒരു 6 മാസത്തിന് മുൻപ് എന്റെ മാതാവിനെ ശാരീരികമായ അല്പമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും ബ്ലീഡിംഗ് പോക്കൊക്കെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. 5 മാസമായപ്പോൾ എന്റെ മാതാവിനെ പെട്ടെന്ന് ശാരീരികമായ ബുദ്ധിമുട്ട് നേരിട്ട് എന്നെ മാതാവിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഡെലിവറി ടൈം ആയെന്ന് ഡോക്ടർ പറയുവാൻ തക്കോണം ഇടയായി തീർന്നത്. അങ്ങനെയാണ് 5 മാസം 15 ദിവസം ഉള്ളപ്പോഴാണ് എന്റെ മാതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് ഒരു ജന്മം നൽകുവാൻ ഇടയായി തീർന്നത്. അത് നിമിത്തം എന്റെ മാതാവ് ടാബ്ലറ്റ് കഴിക്കാഞ്ഞത് നിമിത്തവും ഡോക്ടർ പറഞ്ഞതായ കാര്യങ്ങൾ കേൾക്കാതിരുന്നത് നിമിത്തവും യഹോവ സാക്ഷിക്കാരുടെ വാക്ക് കേട്ടത് നിമിത്തവും എന്റെ കണ്ണുകൾ രണ്ടും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായി ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 4.5 വയസ്സിലാണ് വരെയും ഇൻക്യുബേറ്റർ കുട്ടിയായിട്ടാണ് ഹോസ്പിറ്റൽ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എനിക്ക് മൂക്കില്ലായിരുന്നു, വായില്ലായിരുന്നു, കണ്ണില്ലായിരുന്നു, എല്ലാം വളരെ കുറഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിനെ കാണുവാൻ ഇങ്ങനെ കൈയുടെ വെള്ളയിൽ എടുത്തു വെച്ചാൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞായിട്ടാണ് അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നതെന്ന് എന്റെ മാതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിടത്തിയാൽ അതാർക്കും കാണത്തില്ല, ഏറ്റവും അടുത്ത് പോയെങ്കിൽ മാത്രമേ എന്നെ കാണുവാൻ പറ്റുകയുള്ളൂ. എന്നെ 2 കൈ കൊണ്ട് കോരി എടുത്താലേ കയ്യില് വെള്ളയിൽ വെക്കാനേ പറ്റത്തുള്ളൂ, കൈയുടെ ഇവിടെ വെക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞായിട്ടാണ് ജനിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു, 2 കണ്ണും കാഴ്ചയില്ലാത്ത കുട്ടിയായതുകൊണ്ട് നിങ്ങൾക്ക് വളർന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായി തീരും, ഭയങ്കര പ്രയാസമായി തീരുമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എന്റെ പിതാവിനോട് മിലിറ്ററിയില് മാതാവിന്റെ പേര് പറഞ്ഞല്ല ഹോസ്പിറ്റലിൽ വിളിക്കുന്നത്, ഹസ്ബൻഡ്മാരുടെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. ജോർജ്, നിങ്ങളുടെ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുവാൻ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, അത് നിങ്ങളുടെ ഹസ്ബൻഡ് അത് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്റെ മാതാവ് അതിന് വളരെ വേദനയോടെ ഞാൻ അങ്ങനെ ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് എന്റെ പിതാവിന്റെ വാക്കിനെ കേൾക്കാതെ, എന്റെ പിതാവിനോട് ഒരു ആലോചന ചോദിക്കാതെ എന്റെ മാതാവ് ഡോക്ടറിനോട് ചോദിച്ചിട്ട്, സിസ്റ്റർമാരോട് ചോദിച്ചിട്ട് മാതാവിന്റെ സ്വന്തം ഇഷ്ടത്തിൽ സൈൻ ഇടുവാനും എന്നെ ഏറ്റെടുക്കുവാനും എന്റെ മാതാവിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി 4.5 വയസ്സ് വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. 4.5 വയസ്സിന് ശേഷമാണ് എന്റെ മാതാവിന്റെ ഭവനത്തിൽ, എന്റെ വല്യമ്മയുടെ ഭവനത്തിൽ കൊണ്ടുപോയി എന്നെ കൊടുക്കുവാനും അവിടെയുള്ള പേരൻസ് ആണ് എന്നെ വളർത്തിയെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. ആ കാലഘട്ടത്തിൽ 4.5 വയസ്സ് വരെയുള്ളതായ സമയത്ത് നടന്നതായ ചില സംഭവങ്ങൾ കൂടെ ഉണ്ട്. 4.5 വയസ്സിന് മുൻപ് ഞാൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോൾ പല പ്രാവശ്യവും എന്റെ പിതാവ് എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയുവാനായി പല വിധത്തിലുള്ളതായ ശ്രമങ്ങൾ നടത്തിയത് എന്റെ മാതാവിന്റെ കണ്ണിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്റെ മാതാവ് പറഞ്ഞുള്ള വിവരമാണ് എനിക്കറിയുന്നത്, മറ്റൊന്നും എനിക്ക് അറിയുകയില്ല. എന്നെ ആ സൈക്കിൾ ശരീരത്തിൽ കയറ്റി കൊല്ലുവാൻ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നും എന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതായ ഡോസ് കൂടിയ മരുന്ന് വായിൽ ഒഴിച്ചു തന്ന് എന്നെ കൊല്ലുവാൻ ശ്രമിപ്പിച്ചതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്റെ മാതാവ് പറഞ്ഞുള്ളതായ അറിവ് എനിക്കുണ്ട്. അത് മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. മാതാവ് പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ എന്റെ മാതാവ് കണ്ട് എന്നെ രക്ഷപ്പെടുത്തി എടുക്കുവാനും എന്റെ മാതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ, എന്റെ മാതാവിന്റെ വല്യമ്മച്ചിയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കൊടുക്കുവാനും ഇടയായി തീർന്നു. 6.5 വയസ്സ് വരെയും എനിക്ക് മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് 4.5 വയസ്സ് വരെയും 6.5 വയസ്സ് വരെയും എനിക്ക്
ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എല്ലാം മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് കൊടുത്താണ്, ലിക്വിഡ് ആഹാരങ്ങൾ മാത്രമായിരുന്നു എന്റെ ആഹാരം. അതിനുശേഷം 6.5 വയസ്സ് വരെയും ഞാൻ കണ്ണു കാണാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. മാതാവാരെന്നോ പിതാവാരെന്നോ സഹോദരങ്ങളാരെന്നോ എനിക്ക് അറിയുകയില്ലായിരുന്നു. ആ 4.5 വയസ്സ് വരെയും ഹോസ്പിറ്റലിൽ ജീവിച്ചതിന് ശേഷമാണ് എന്റെ മാതാവിന്റെ ഭവനത്തിൽ, വല്യമ്മച്ചിയുടെ ഭവനത്തിൽ കൊണ്ടുപോയി കൊടുക്കുവാൻ തക്കവണ്ണം എന്റെ മാതാവിന് ഇടയായി തീർന്നത്. അതിനുശേഷം എന്റെ മാതാപിതാക്കൾ വളരെ, വല്യമ്മച്ചിയുടെ ഭവനത്തിൽ അവരും മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നതായ ഒരു ചെറിയ വലിയ സാമ്പത്തികമുള്ള, അന്നത്തെ കാലത്ത് വലിയ സാമ്പത്തികം പറയത്തക്ക നിലയിലുള്ള ഒരു ഫാമിലി അല്ലായിരുന്നു. എങ്കിലും എന്നെ അവർ ഏറ്റെടുക്കുവാനും എനിക്ക് വേണ്ടുന്നതായ ചികിത്സകൾ, എവിടെയൊക്കെ ചികിത്സകൾ തേടി പോകാമോ അവിടെയൊക്കെ ചികിത്സകൾ തേടി പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരുടെ പ്രയത്നമാണ്, ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും അവരുടെ പ്രയത്നവുമാണ് എന്റെ ഒരു കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞാൻ 7 വയസ്സിലാണ് എന്റെ മാതാപിതാക്കളോട് ഒരുമിച്ച്, എന്റെ സഹോദരങ്ങളോട് ഒരുമിച്ച് എന്റെ ഭവനത്തിൽ ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിനു മുൻപ് എന്റെ മാതാവിനെ ചേച്ചി എന്നും എന്റെ പിതാവിനെ അങ്കിൾ എന്നുമാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. എന്റെ സഹോദരങ്ങളുടെ സ്നേഹം എന്തെന്നോ എന്റെ മാതാവിന്റെ സ്നേഹം എന്തെന്നോ എനിക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നും അതിൻ്റെതാകുന്ന ഒരു പോരായ്മ എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ അത് അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളുടെ സ്നേഹം ഇന്നും എനിക്ക് എല്ലാ സഹോദരങ്ങളും സ്നേഹിക്കുന്നത് പോലെ, എല്ലാ മാതാപിതാക്കളും സ്നേഹിക്കുന്ന പോലെ സ്നേഹം എനിക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിട്ടില്ല. അതിന്റെ പോരായ്മകൾ, അതിന്റെ വേദനകൾ ഇന്നും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ബാല്യപ്രായത്തിൽ വളരെ വേദനയിൽ, കണ്ണുനീരിൽ, ദുഃഖത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് എന്റെ മാതാവായിരുന്നു. എന്റെ മാതാവിന്റെ കുടുംബത്തിലുള്ളതായ സഹോദരങ്ങളാണ്. അവർക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ് അവർക്കുള്ളത്. അവരാണ് എന്നെ ഏറ്റെടുക്കുവാൻ, എന്റെ മാതാവും വല്യമ്മച്ചിയും വല്യപ്പച്ചനും എന്റെ അങ്കിളും കൊച്ചമ്മയുമാണ് എന്നെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവരുടെ മാതാവിന്റെ വല്യമ്മച്ചിയുടെ ആങ്ങളെയും ഭാര്യയുമാണ് എന്നെ നോക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 7 വയസ്സ് വരെ എന്നെ നോക്കിയതിനു ശേഷം എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷമാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം 10ാം ക്ലാസ് വരെ എനിക്ക് നല്ല നിലയിൽ പഠിക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. ഞാന് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം ടീച്ചർ എന്നെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. എന്നെ എപ്പോഴും എന്നോട് എപ്പോഴും കയ്യർത്ത അനുഭവം തന്നെയായിരുന്നു അവർക്ക്. എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിക്കുവാനും എന്നെ ആരോഗ്യത്തോടെ നിർത്തുവാനും എനിക്ക് നല്ല വിദ്യാഭ്യാസം ഒക്കെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഒരു ക്രിസ്ത്യാനി ടീച്ചർ, അവിടുത്തെ HM എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ആനിവേഴ്സറി ഒക്കെ സ്കൂൾ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ പറയുന്നത്. ആനിവേഴ്സറി നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം പാട്ടായിരുന്നു. അന്നും പാടും, ഇന്നും പാടും, എപ്പോഴും പാടും. അപ്പൊ ഞാൻ ആകാശത്തിൻ മഹിമാവേ ആശ്രയം നീ തന്നെയോവേ ദൈവമേ നീ എനിക്കെന്നും നേർവഴി കാട്ടേണമേ. ആ ഒരു പാട്ട് പാടി എനിക്ക് കലോത്സവത്തിന് ഫസ്റ്റ് വാങ്ങിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ വന്നതിന് ശേഷം 5, 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങനെയാണ് ഞാൻ യേശുവിനെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. മാർത്തോമ ചർച്ചിൽ പോകുമ്പോൾ കൊയറിൽ പാട്ട് പാടുവാനും സൺഡേ സ്കൂളിൽ പങ്കെടുക്കുവാനും യൂത്ത് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം മാർത്തോമ ചർച്ചിൽ വളർത്തിയെടുക്കുവാൻ, അവിടുത്തെ പുരോഹിതൻ, അവിടുത്തെ വിശ്വാസികൾ, ദൈവമക്കൾ വളർത്തിയെടുക്കുവാൻ എന്നെ ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. അനേക ഇടങ്ങളിൽ ഗാനങ്ങൾ പാടുവാനുള്ളതായ ഭാഗ്യമൊക്കെ ദൈവം എന്റെ ചെറുപ്രായത്തിൽ ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞാനും എന്റെ അനുജത്തിയും 2ാമത്തെ അനിയത്തിയും നല്ല പാട്ട് പാടും. ഞങ്ങൾ എല്ലായിടത്തും പാട്ടിന് വിളിക്കുകയും പോകും, കൺവെൻഷന് പാടാനൊക്കെ പോകുമായിരുന്നു. ക്ലിയറായിട്ടൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ നിന്നും, ഞങ്ങളുടെ ചർച്ചിൽ നിന്നും ഞങ്ങളെ വിളിച്ചങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 5, 6, 7 ഈ 7
8 വരെയുമുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് അനേക ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. എല്ലാവരും പെന്റക്കോസ്റ്റ് അനുഭവത്തിൽ ഉള്ളതായ സഹോദരങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന. ആ സമയത്ത് ഒരു പിശാച് ബാധിച്ചതായ ഒരു സഹോദരി, ആ സഹോദരിയുടെ പേര് മീനാക്ഷി എന്നാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ സഹോദരിക്ക് അന്ന് പിശാച് ബാധിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കർത്തൃവേദിയിൽ വന്നപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാൻ തക്കോണം ഇടയാക്കുന്നത്. എന്നാൽ അതിനുശേഷം ആ സഹോദരിക്ക് ഭയങ്കര പിശാചിനാൽ, മീനാക്ഷി എന്ന് പറഞ്ഞ സഹോദരിക്ക് പിശാചിനാൽ ബാധിക്കപ്പെട്ട് ഡെസ്ക്, മേശ, കസേര എല്ലാം എടുത്ത് പൊക്കിയെടുത്ത് എല്ലാവരെയും അടിക്കാൻ പോകും. അടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും മാറി മാറി പോകും. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വലയം സഹോദരിമാർ ഉണ്ടായിരുന്നു. ജോളി, ലീലാമ്മ, ജോളി, കുഞ്ഞുമോൾ, ഇങ്ങനെ പറയുന്ന അനേക സഹോദരിമാർ എനിക്ക് ഉണ്ടായിരുന്നു. ആ സഹോദരിമാരുടെ പ്രാർത്ഥന നിമിത്തം ഞങ്ങൾ എന്നും ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂർ ഞങ്ങൾ കൂടിയിരുന്ന് എല്ലാവരും കളിക്കാൻ പോകും. ഞങ്ങൾ കൂടിയിരുന്ന് പ്രെയർ ചെയ്യും. അങ്ങനെ ഒരു വലിയ പ്രെയർ സെല്ലായി ആ ഗ്രൂപ്പ് തീരുവാനും ആ സഹോദരിക്ക്, മീനാക്ഷി എന്ന് പറഞ്ഞതായ സഹോദരിക്ക് പൂർണ്ണമായ വിടുതൽ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 5, 6, 7 ക്ലാസ്സുകൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ട് പിന്നെ ആ സഹോദരി, മീനാക്ഷി എന്ന സഹോദരി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്കിലും ആ സഹോദരി എന്റെ മാതൃ ചർച്ചില് കടന്നു വരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുവാനുള്ള ഭാഗ്യം ആ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്റെ നാട്ടുകാരി തന്നെയാണ് ആ സഹോദരിയെ രക്ഷപ്പെടുത്തിയെടുത്തത് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു. അതിൽ കൂടെയാണ് എനിക്ക് യേശു ആരാണെന്നും യേശുവിന്റെ സ്നേഹം എന്താണെന്നും എനിക്ക് വ്യക്തമായി അനുഭവിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചതായ സഹോദരങ്ങളായിരുന്നു മഞ്ജു ബീബി, ഹർഷകുമാരി, ഷിബി തരിയൻ, ജോളിക്കുട്ടി, ജോളി, ലീലാമ്മ, ഇങ്ങനെയുള്ളതായ സഹോദരങ്ങൾ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എനിക്ക് നോട്ട്സുകളൊക്കെ എഴുതി തരികയും ചെയ്യും. ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് എന്നും ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, പ്രെയർ ചെയ്യും. അങ്ങനെ അനേക സഹോദരങ്ങളെ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാനും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് അവർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ സ്വർഗത്തിൽ ദൈവം ഭാഗ്യം അക്കാലത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ഞങ്ങളുടെ HM അറിഞ്ഞപ്പോൾ അല്പമായി, അതൊരു ഹിന്ദു സ്കൂളായിരുന്നു, അല്പമായ ചില പ്രശ്നങ്ങൾ നേരിട്ടു. എങ്കിലും പ്രശ്നത്തെ വലിയ മല പോലെ വന്നവനെ കർത്താവ് പനി പോലെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആ പ്രാർത്ഥന മുടങ്ങിപ്പോകാതെ നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഭാഗ്യമൊരുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എന്റെ സ്കൂൾ ജീവിതം വളരെ സന്തോഷകരമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീട്ടിൽ നിറയെ പ്രശ്നം. എന്റെ പിതാവ് നാട്ടിൽ വരുമ്പോൾ താൻ ഒരു മദ്യപാനിയാണ്, തികഞ്ഞ ഒരു മദ്യപാനി. മിലിറ്ററിയില് തനിക്ക് കിട്ടുന്ന കോട്ട ഫ്രീ ആയി അതെല്ലാം താൻ ഉപയോഗിക്കും. നാട്ടിലും വീടിനും കുടുംബത്തിനും എല്ലാവർക്കും തലവേദനയായിരുന്നു ആ നിലയിൽ. എന്നാൽ ഞങ്ങൾക്കൊരു കുറവും വരുന്നതിൽ എങ്കിലും കുടുംബത്തിനകത്ത് ഭയങ്കര പ്രശ്നം. എന്നോടാണ് ഏറ്റവും എതിർപ്പുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ എന്നെ എപ്പോഴും ഉപദ്രവിക്കുകയും എനിക്ക് നല്ല പീഡനകൾ, നല്ല ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ഒരു പിതാവിന്റെ സ്നേഹം എന്തെന്ന് ഞാൻ ഒരു തെല്ലട പോലും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു. മരിക്കുന്നിടം വരെയും അത് വേദന മാത്രമായിരുന്നു എന്റെ ജീവിതത്തിൽ. എനിക്ക് വേണ്ടി എന്റെ മാതാവ് ഒരുപാട് അടികളേറ്റിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്നാൽ എന്റെ മാതാവ് അതെല്ലാം നമ്മുടെ വചനത്തിൽ കാണുന്നത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ എന്റെ മാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുവാനും എന്നെ എപ്പോഴൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ വരുന്നു അവിടെയൊക്കെ എന്നെ ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ താങ്ങുന്നത് പോലെ തന്നെ എന്നെ താങ്ങി എടുക്കുവാനും എന്നെ എപ്പോഴും ആശ്ലേഷിക്കുവാനും മാതാവിനെ ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഇന്നും മാതാവ് ജീവനോടെ ആയിരിക്കുന്നു. എന്നാൽ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞു വരുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, എന്നെ അടിക്കുമ്പോൾ യേശപ്പാ യേശപ്പാ അങ്ങനെ ഞാൻ വിളിക്കുന്നത്, വേറെ ഒന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്റെ വലിയ സ്കൂളിൽ എല്ലാവരും ചോദിക്കും, എന്താണ് പഠിക്കുന്നത്, എന്താണ് അടുത്ത ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എനിക്കന്ന് യേശു ആരെന്നോ യേശുവിന്റെ സ്നേഹം എന്തെന്നോ എനിക്ക് അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം എന്റെ ദൈവം എന്നെ വിടുവിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 10ാം ക്ലാസ് പഠിച്ച് സ്കൂൾ ലീവ് ഇടുന്ന സമയത്ത് എല്ലാവരും എന്റെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോകും. ഞാനും എന്റെ മാതാവിന്റെ ഭവനത്തിൽ ഞാൻ പോകും. എന്റെ സഹോദരങ്ങൾ എന്റെ മാതാവിന്റെ കൂടെ തന്നെ ആയിരിക്കും. എന്റെ പിതാവ് ലീവിന് വരുമ്പോൾ എന്റെ വീട്ടിൽ നിർത്തുകയില്ല എന്റെ മാതാവിന്റെ ഭവനത്തിലുള്ളവർ. അങ്ങനെ ഞാൻ അവരുടെ കൂടെയായിരുന്നു എന്റെ ജീവിതം പൂർണ്ണമായിട്ടും. പകുതിക്ക് പകുതി അവരുടെ കൂടെ തന്നെ ആയിരുന്നു. അവരുടെ ഭവനത്തിൽ പോകും, അവരുടെ മാതാവിനെ വിളിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെയാ ആ സമയത്ത് എന്റെ ശരീരത്തിൽ
ശരീരത്തിൽ ശരീരം മൊത്തം നീലപ്പാടുകൾ കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവമാണ്. നീലപ്പാട് വരിക, കഴുത്തിന്റെ അവിടെ വരെ പാടുകൾ വരുവാൻ തക്കോണം ഇടയായിട്ടുള്ളൂ. അത് എന്താന്ന് ഒരു ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കുവാൻ തക്കോണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അത് ഒരു സന്ദർശനമായിരുന്നു, ദൈവം എനിക്ക് തന്നൊരു സന്ദർശനമായിരുന്നു എന്ന് എനിക്ക് പിൽക്കാലത്ത് അറിയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞാൻ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ, രാത്രി കിടക്കാൻ നേരത്തെ, എന്റെ ചെറുപ്രായത്തിലാണ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 4-5 വർഷത്തിനുള്ളിൽ നടന്ന ഒരു സംഭവമാണിത്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ ആരാണെന്ന് എനിക്ക് വ്യക്തമായി കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ കരം എന്നെ കാണിച്ചു തരുവാനും കർത്താവിന്റെ മാർവ് എന്നെ കാണിച്ചു തരുവാനും ആ പാടുകൾ ഏറ്റതെന്നെ കാണിച്ചു തരുവാനും ഞാൻ 2.5 മണിക്കൂർ ആ ദൈവത്തിന്റെ വ്യക്തമായ യേശുവിനെ ഞാൻ വ്യക്തമായി രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. എല്ലാവരും പറയും, പക്ഷെ ഞാൻ വ്യക്തമായി രുചിച്ചറിഞ്ഞതാണ്. യേശുവിനെ തൊട്ടിട്ട് പറയുകയാണ്, മകളെ നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. ലോകം നിന്നെ കൈവിടട്ടെ, ലോകം നിനക്കെതിരായി നിൽക്കട്ടെ, എന്നാലും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് നീ കരയണ്ട, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആശ്ലേഷിപ്പിച്ച് എന്റെ കരങ്ങളെ തട്ടി എന്റെ മാറോട് കെട്ടിപ്പിടിച്ച് നിർത്തുന്ന ഒരനുഭവം എന്റെ കണ്ണാലെ ഞാൻ കണ്ടൊരു കാഴ്ചയാണത്. അങ്ങനെ ഞാൻ റൂമില് ലൈറ്റ് ഇട്ടാതെ ഞാൻ കിടക്കുകയാണ്, ഒറ്റയ്ക്കാണ് റൂമിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ദർശനം കാണുവാനും, ഇതന്ന് ദർശനമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ചെറു പ്രായമാണ്. അന്ന് ഞാനിത് കണ്ടതിന് ശേഷം ഞാൻ യേശു, അപ്പൊ ഇതെന്താ ഇങ്ങനെ കാണുന്നേ? പിന്നെയും ദൈവം പറയാൻ, ഞാൻ തന്നെയാകുന്നു വഴിയും. കേൾക്കാമോ? കേൾക്കാം, കണ്ടിന്യൂ ചെയ്തു. ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുവാനും എന്റെ തോളയിൽ ഇങ്ങനെ തട്ടി എന്നെ ഇങ്ങനെ തടവി എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ തലയിൽ ഇങ്ങനെ തൊട്ടിട്ട്, മോളെ നീ ഭയപ്പെടണ്ട, നിനക്ക് ഞാൻ കൂടെയുണ്ട്, നിന്നെ ഞാൻ ആശ്ലേഷിപ്പിക്കും, നിന്നെ ഞാൻ കരുതും, നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ ഇപ്പോഴേ കരുതി വെച്ചിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ശ്രമിച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്ലേഷിപ്പിച്ചിട്ട് 3 പ്രാവശ്യം അനുഭവം ഉണ്ടായി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും കാണുന്നില്ല. ഈ ശബ്ദം എന്നെ 3 പ്രാവശ്യം എന്റെ ഹൃദയത്തിലും എന്റെ ചെവിയിലും ആരോ എന്നോട് പറയുന്ന ശക്തമായ അനുഭവം എനിക്ക് അനുഭവിച്ചറിയുവാൻ തക്കോണം ഇടയായി തീർന്നതാണ്. അങ്ങനെയാണ് ഞാൻ യേശുവിനെ കൂടുതലായി പിൻപറ്റുവാൻ തക്കോണം ഇടയായി തീർന്നത്. ദിവസവും ഞാൻ 2.5 മണിക്കൂർ 3 മണിക്കൂർ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതെന്റെ ജീവിതത്തിന്റെ വലിയ ഒരു സന്തോഷമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവരായിരുന്നു എന്റെ ഫ്രണ്ട്. പക്ഷെ ഇവരെല്ലാം പല സ്കൂളുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും മാറിപ്പോയപ്പോൾ എനിക്ക് പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ലായിരുന്നു. എന്നെ സ്കൂളിൽ 3D എന്നായിരുന്നു വിളിച്ചോണ്ടത്. കണ്ണിങ്ങനെ കണ്ണാടി ഉള്ളതുകൊണ്ട് 3D എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ അതിലൊന്നും പറയത്തില്ല. എന്നെ കണ്ണ് കാണാത്ത ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് സ്കൂളിൽ എല്ലാവരും എന്നെ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം അവിടെയും ഉണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച് 10ാം ക്ലാസ് വരെ ആയിരിക്കുമ്പോൾ അനേക രോഗികൾ എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നതും അവർക്ക് രോഗം സൗഖ്യമാകുന്നതും എന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാലത്തിൽ എനിക്ക് രോഗശാന്തി ശുശ്രൂഷ ഉണ്ടോന്നോ എന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമാകുമായിരുന്നു. എന്നെ ഓഫീസ് റൂമിലെ ടീച്ചേഴ്സ് വിളിച്ചോണ്ട് പോയിട്ട്, അന്ന് ആ കാലത്ത് കുട്ടികൾക്ക് പരിശീലനത്തിനായിട്ട് അവസാനത്തെ ഒരു 7ാമത്തെ പീരീഡ് ചില കലാപരിപാടികളെല്ലാം അവർക്ക് കൊടുക്കും. അപ്പം തയ്യൽ ക്ലാസ്, ഒരു ദിവസം തയ്യൽ ക്ലാസ്. ആ സമയത്ത് എനിക്ക് തയ്ക്കാൻ പറ്റത്തില്ല. എന്നെ ഓഫീസ് റൂമിൽ വിളിച്ചോണ്ട് പോയിട്ട് എല്ലാവർക്കും വേണ്ടി, ടീച്ചേഴ്സിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വിഷയം എന്നോട് പങ്കുവെക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത ദിവസം അവര് വരുമ്പം, മോളെ ലിസ എന്നെ വിളിക്കുന്നത്, ലിസ ഞങ്ങൾക്ക് ദൈവം വിടുതൽ തന്നുവെന്ന് ആ 10ാം ക്ലാസ് വരെ എന്റെ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തില് ഏർപ്പെടുവാൻ ഈ ടീച്ചർമാർ മുഖാന്തരം എന്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്ത് എന്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുവാനും സ്വർഗത്തിലെ ദൈവം ആ കാലഘട്ടത്തിൽ എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം ഞാൻ ഭവനത്തിൽ ഏകിയായി എന്റെ അനിയത്തിമാരുടെ കല്യാണം 94 നടന്നു. അതിനു മുൻപ് വരെയും ഞാൻ ഏകയായി എപ്പോഴും അനിയത്തിമാർ ഒന്നിച്ച് കളിക്കും, ഒന്നിച്ച് ചിരിക്കും, ഒന്നിച്ച് സന്തോഷിക്കും. ഞാൻ എല്ലാത്തിലും ഒരു ഒറ്റപ്പെട്ട
ഒറ്റപ്പെട്ടവളായി, എന്റെ കുടുംബത്തിലും എന്റെ സമൂഹത്തിലും എല്ലാം ഞാൻ ഒറ്റപ്പെട്ടവളായി കാണപ്പെട്ടു. പക്ഷേ എന്നെ കരുതുന്ന ഒരു ദൈവത്തെക്കാൾ ദൈവം ഉണ്ടെന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എന്റെ ജീവിതത്തിന്റെ ഓരോ പടികളിൽ കൂടെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓരോ പടികളിൽ കൂടെ എനിക്ക് അനുഭവിച്ചറിയുവാൻ തക്കോണം ഇടയായി തീർന്നുണ്ട്. ആ സമയത്താണ് ഈ ദർശനം കാണുവാൻ തക്കോണം ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, സ്വർഗത്തിൽ ദൈവമക്കൾ സന്തോഷിക്കുന്നത് എപ്രകാരമാണെന്നും നരകത്തിൽ യാചനകൾ എപ്രകാരമാണ് കാണുന്നതെന്നും 7 മണിക്കൂർ വ്യക്തമായി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ എല്ലാം ഞാൻ എഴുതി വച്ചതാണ്. എഴുതി വച്ച് ഞാൻ 94 ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ എഴുതി വെച്ചിരുന്ന ബുക്കെല്ലാം എന്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുവാൻ തക്കോണം ഇടയായി. ആ സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ചുള്ളത് അതിനെ കുറിച്ച് സിസ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താട്ടോ ദയവായിട്ട്. കുറിച്ച് കണ്ടത് ദൂതന്മാർ കയറിയിട്ട് വിശുദ്ധന്മാരായ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ അവരെ വിസ്തരിക്കുന്നതും അവസാനം യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതും അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതുമായ ഒരനുഭവത്തെ എനിക്ക് വ്യക്തമായി കാണുവാൻ തക്കോണം ഇടയാക്കുന്നു. 14 പ്രാവശ്യം വിസ്താരം ചെയ്തതിന് ശേഷമാണ് കടന്നു പോകുന്നത്. കടന്നു പോകുമ്പോൾ നല്ല നിലയിൽ അതിനകത്ത് പേരുകൾ ഇങ്ങനെ ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് പേരുകൾ ഇങ്ങനെ എഴുതിയിട്ട് കുറച്ച് പേരുടെ പേര് മാത്രം, അധികമായി പേരുകളൊന്നും കാണുന്നില്ല. ഒരു 10-15 പേരുടെ പേര് മാത്രമേ കാണുന്നുള്ളൂ. അധിക പേരുകളൊന്നും കാണുന്നില്ല. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന നൂലല്ല, വളരെ നേരിയ നിലയിലുള്ള നൂലാണ്. ആ നൂലിനകത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിങ്ങനെ നേരെ പോകുന്നു. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാതാകുമ്പോൾ ആ നൂല് പൊട്ടുകയും നരകത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന, നരകയാതനയിൽ കിടന്ന് അനുഭവിക്കുന്ന വേദനകൾ ഞങ്ങളെ രക്ഷിക്കണേ, ഞാൻ വ്യക്തമായി കാണുകയാണ്. ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സമയം തരുമോ, 1 മിനിറ്റ് തരുമോ എന്നിങ്ങനെ വാതുറന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ഒരനുഭവത്തെ കാണുവാൻ തക്കോണം. വലിയ തീക്കുണ്ടം, എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കത് വിവരിക്കാൻ പറ്റത്ത അത്ര ഏക്കറിലാണ് നരകം കിടക്കുന്നത്. സ്വർഗം അതിനെക്കാട്ടി കിടക്കുകയാണ്. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വ്യക്തികൾ കുറച്ചു പേരാണ്, നരകത്തിലേക്കുള്ള വ്യക്തികൾ അനേകം ഇങ്ങനെ താഴേക്ക് വീണോണ്ടിരിക്കുന്ന ഒരു ദർശനത്തെയാണ് ഞാനന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അത് നിമിത്തമാണ് ഞാൻ ദൈവത്തോട് കൂടുതലായി ഒന്നുകൂടെ അടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഇനി എന്തെങ്കിലും അതിനെ കുറിച്ച് പറയണമെന്നുണ്ടോ? ഇല്ല, സിസ്റ്റർ കണ്ട കാര്യമാണല്ലോ പറഞ്ഞത്. അതെ അതെ. ഒരു മിനിറ്റ്, അന്നേരം സിസ്റ്റർ രക്ഷിക്കപ്പെട്ടതായിരുന്നോ യേശു ക്രിസ്തുവിനെ? രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലായിരുന്നു, മാർത്തോമ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, പറഞ്ഞാട്ടോ. ഞാൻ ആ സമയത്താണ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായ കാലഘട്ടത്തിൽ നടന്നതായ സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. പല പ്രാവശ്യവും പല വിധത്തിലുള്ളതായ മരണത്തെ ഞാൻ മുഖാമുഖമായി കണ്ട വ്യക്തിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് നേരിടുവാൻ, സൈക്കിൾ എന്റെ ശരീരത്തിൽ തട്ടിപ്പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ ദൈവം അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷം എപ്പോഴും എനിക്ക് ചെറുപ്രായത്തിൽ എപ്പോഴും എനിക്ക് മരണഭയം ഉണ്ടായിരുന്നു. എന്നെ അത് എപ്പോഴും അലട്ടുന്ന ഒരു പൈശാചിക പോരാട്ടമായിരുന്നു. ഈ കാഴ്ച കണ്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ നിന്ന് ആ പൈശാചിക പോരാട്ടം പൂർണ്ണമായി മാറുവാനും ദൈവത്തോട് എനിക്ക് കൂടുതലായി അടുക്കുവാനും എന്റെ ദൈവം ആരെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും എനിക്ക് വ്യക്തമായി അനുഭവിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഇതൊക്കെ മാർത്തോമ ചർച്ചിൽ കൺവെൻഷന് പോയി അവിടുത്തെ ദൈവോചനം കേട്ട് എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ളതായ ഒരവസരമായിരുന്നു എന്ന് ഇന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ തക്കോണം ഇടയായിത്തീർന്നിട്ടുണ്ട്. അന്ന് എനിക്ക് അത്രയും അറിയുകയില്ലായിരുന്നു. എന്റെ മാർത്തോമ ചർച്ചിലുള്ള ദൈവമക്കൾ എന്നെ അത്രമാത്രം എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പാട്ടുപാടാനാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും ഏത് കാര്യത്തിന് ഞാൻ അന്നും ഹൗസ് വിസിറ്റിന് കൂടെ പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഹൗസ് വിസിറ്റിന് പോകുമായിരുന്നു. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗം സൗഖ്യമാകുന്നത് എന്റെ കണ്ണാലെ എനിക്ക് കാണുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഞാൻ 94 സ്കൂൾ പഠനം കഴിഞ്ഞ് 93 വരെ എന്റെ ജീവിതത്തിൽ വേദനയുടെ, കഷ്ടതയുടെ, നെടുവീർപ്പിന്റെ അനുഭവം 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തിയായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പോയത് എങ്ങനെയാണ്? പിന്നെ
മറ്റുള്ള ഒരു പല പ്രാവശ്യം മരണം മുഖാമുഖമായി കണ്ടു, അതെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞാട്ടോ. ഓക്കെ ഓക്കെ. ഞാന് മരണത്തെ മുഖാമുഖമായി കണ്ടതായ സന്ദർഭം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പ്രാവശ്യവും എന്റെ പിതാവ് എന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയുവാനെ പല വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ദൈവം എന്നെ ഭവനത്തിൽ മാതാവില്ലാത്ത സമയത്തായിരിക്കും പലപ്പോഴും എന്നെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയുവാനായി ശ്രമിച്ചിട്ടുള്ളത്. ഒരു പ്രാവശ്യം വീട്ടിൽ നല്ല ഒരു രാജകീയമായ ഒരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിൽ ഞാൻ കയറിയിരുന്നു, വീട്ടിൽ ആരുമില്ല. കട്ടിൽ കയറിയിരുന്നപ്പം ഞാൻ അവിടെ കയറി ഇരിക്കുമായിരുന്നു. പുള്ളി പിന്നെ എന്റെ പിതാവിനെ വലിച്ച് തറയിലിട്ടിട്ട് കമഴ്ത്തി കിടത്തിയിട്ട് തന്റെ പട്ടാള ബൂട്ടിട്ട് എന്നെ ശരീരത്തിൽ ചവിട്ടുവാനും ആ ശബ്ദം കേട്ടാണ് എന്റെ അയൽവാസികൾ ഭവനത്തിൽ വരുവാനും ഞാൻ നിലവിളിക്കുന്നത് കേട്ട് ഭവനത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ വലിയ മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതൊരു വലിയ ഒരു സന്ദർഭമായിരുന്നു എന്റെ ജീവിതത്തിൽ. അതിനുശേഷം എപ്പം പിതാവ് ഭവനത്തിലുണ്ടെങ്കിലും ഞാൻ പുറത്തു പോയി നിൽക്കും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെ കൊല്ലുമോ, എനിക്ക് ഞാൻ ജീവിക്കുമോ, എന്നെ കൊന്നുകളയും എന്നുള്ളതായൊരു മരണ ഭയം എപ്പോഴും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ എന്റെ സഹോദരിമാരുടെ, എന്റെ മൂത്ത അനുജത്തിയുടെ, എനിക്ക് താഴെയുള്ള അനിയത്തിയുടെ വിവാഹമാണ് ആദ്യം നടന്നത്. അപ്പോൾ എനിക്ക് എന്റെ ഭവനത്തിൽ കണ്ണു കാണാത്ത ഒരു മകളുണ്ടെന്ന് എന്റെ ഭവനത്തിൽ ആരും എന്റെ ഭവനത്തിൽ പറഞ്ഞില്ല. അങ്ങനെ വേദന കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ട് ഞാൻ ഇനി ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗുളിക അന്ന് എടുത്തു നോക്കിയപ്പോൾ അവർ പറഞ്ഞ വിറ്റാമിൻ ഗുളികയായിരുന്നു. വിറ്റാമിൻ ഗുളിക എടുത്ത് ഞാൻ 12 കഴിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം അവിടെ നിന്നും ആ വലിയ മരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് കുടുംബത്തിൽ ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. എന്റെ സഹോദരങ്ങളുടെ സ്നേഹം എനിക്കില്ല. എന്റെ മാതാവിന്റെ ഒരു ചെറിയ സ്നേഹം മാത്രമേ എനിക്കുള്ളൂ. പിതാവ് എപ്പോഴും എന്നെ എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ വിവാഹ സമയം വരെ എന്നോട് ആ നിലയിൽ തന്നെയായിരുന്നു താൻ പിന്തുടർന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം 94 എന്റെ അനുജത്തിയുടെ വിവാഹം കഴിയുന്നതിന് മുൻപിട്ടുള്ള സന്ദർഭമാണ് ഞാൻ പറഞ്ഞത്. അത് മരണത്തിന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ സന്ദർഭം. അതിനുശേഷം എന്റെ ചർച്ചിൽ, ഞാൻ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിലാണ് വിശ്വാസിയായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട കാര്യങ്ങളും കൂടെ പറഞ്ഞാട്ടെ, എങ്ങനെ രക്ഷിക്കപ്പെട്ടു? ഒന്നാമതായി ഞങ്ങൾ രക്ഷിക്കപ്പെടുവാനുള്ളതായ 3 സാഹചര്യമാണ്. ഒന്ന്, എന്റെ അനുജത്തിക്ക് ഇസ്നോഫീലിയയുടെ അസുഖമുണ്ടായിരുന്നു. ഏറ്റവും വലിയ അനുജത്തിക്ക്, ബീന എന്നാണ് അനുജത്തിയുടെ പേര്. അങ്ങനെ ഇസ്നോഫീലിയ കൂടി അനുജത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ട്രിവാൻഡ്രത്ത് എത്തുന്നതിന് പകുതിയായപ്പോ എന്റെ അനുജത്തി, എന്റെ പേര് ബിന്ദു എന്നാണ്, ബിന്ദു ചേച്ചിനെ കാണണം, ബിന്ദു ചേച്ചി പ്രാർത്ഥിച്ച രോഗമെല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാര് ഇനിയും ഈ കുട്ടിക്ക് ഒരു സൗഖ്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഇടയാക്കും. അവളുടെ ശരീരം മൊത്തം കളറൊക്കെ മാറി അങ്ങനെ മരണ അവസ്ഥയിലാണ് കുഞ്ഞിനെ വീട്ടിൽ എന്റെ ഇളയ അനുജത്തി ബീന മോളിനെ വീട്ടിൽ വന്നിടുവാൻ തക്കോണം ഇടയായി തീർന്നത്. അപ്പോൾ എന്റെ ഭവനത്തിന്റെ കുറച്ച് ദൂരമായി പരസ്യയോഗം നടക്കുന്നതായ സമയമായിരുന്നു. അവിടെ പരസ്യയോഗം നടന്നിട്ട് അവർ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസന്മാർ പ്രാർത്ഥിക്കുകയും ഞാൻ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ കൈവച്ച്, യേശപ്പ എന്റെ ഇളയ അനുജത്തി ബീനയ്ക്ക് പരിപൂർണമായ സൗഖ്യം കൊടുത്താൽ ഞങ്ങൾ ഈ യേശുവിനെ അറിയും എന്നുള്ളതായ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ എന്റെ അനുജത്തി കഴുത്തെ കിടക്കുന്ന മാല, കയ്യെ കിടക്കുന്ന വള, മോതിരം എല്ലാം അവൾ ഊരി മണ്ണിനകത്ത് കുഴിച്ചിടുമായിരുന്നു. അവൾക്ക് രോഗം വന്നപ്പോൾ അവൾ യേശുവിനെ, പെന്തക്കോസ്ത് അനുഭവം കൂടുതൽ ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത് എന്റെ ഇളയ അനുജത്തിയാണ്. രണ്ടാമതായി എന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചാൽ ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു പോയിക്കൊള്ളാം. മൂന്നാമതായി എന്റെ പിതാവിന്റെ മദ്യപാനത്തിൽ നിന്ന് ദൈവം പൂർണ്ണമായ വിടുതൽ തന്നാൽ ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ പിത 5ാം ക്ലാസ്സിലാണോ 7ാം ക്ലാസ്സിലാണോ എന്ന് എനിക്കിപ്പം വ്യക്തമായൊരു ഓർമ്മ വരുന്നില്ല. വർഷങ്ങൾ കുറെ ആയില്ലേ, അതുകൊണ്ട് എനിക്ക് വ്യക്തമായൊരു ഓർമ്മ വരുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ ചർച്ചിൽ കടന്നു പോകുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയായി തീർന്നത്. അതിന് മുഖാന്തരമായത് ആരംഭത്തിൽ എന്റെ അനുജത്തിയുടെ ഇസ്നോഫീലിയ അസുഖം, രണ്ടാമതായി എന്റെ പിതാവ് വളരെ മാരകമായ
ഹാർട്ടിന് ബ്ലോക്കായി, 5 ബ്ലോക്കായിരുന്നു. 5 ബ്ലോക്കിൽ ദൈവം സൗഖ്യം കൊടുത്തു. 2-3 ബ്ലോക്ക് ദൈവം അത്ഭുതമായ സൗഖ്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എന്റെ പിതാവ് മിലിറ്ററിയിലെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ഓക്സിജൻ കൊടുത്തു കിടക്കുമ്പോൾ 2 കണ്ണും കാഴ്ചയില്ലാത്ത ഓമന എന്ന് പറഞ്ഞതായ ഒരു സഹോദരി ഈ ഹോസ്പിറ്റലിൽ എന്റെ പിതാവിനെ കാണുവാനായി ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ചെയ്തപ്പോഴാണ് എന്റെ പിതാവിന് അപ്പോൾ 49 വയസ്സാണുള്ളത്. അപ്പോൾ എന്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ വീട് ആർച്ച് ചെയ്ത ഒരു വീടാണ്, നിങ്ങളുടെ വീട്ടിൽ 3 പെൺകുട്ടികളുണ്ട്, അതിൽ മൂത്ത പെൺകുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയാണ്, നിങ്ങളുടെ ഭാര്യ പല പ്രാവശ്യം ആത്മഹത്യക്ക് മുതിർന്ന ഒരു സഹോദരിയാണ്, നിങ്ങളുടെ മകളെ കൊണ്ടുപോലും ആത്മഹത്യ ചെയ്യാൻ കടന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വീട്ടിലെ എല്ലാ സാഹചര്യവും ഈ 2 കണ്ണും കാഴ്ചയില്ലാത്തതായ സഹോദരി പറഞ്ഞത് നിമിത്തമാണ് എന്റെ പിതാവ് പറഞ്ഞു, ദൈവം എനിക്ക് സൗഖ്യം തരുവാണെങ്കിൽ, എനിക്ക് ജീവൻ തരുവാണെങ്കിൽ, ആയുസ് തരുവാണെങ്കിൽ ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ പൊയ്ക്കൊള്ളാമെന്ന്. അങ്ങനെ എന്റെ പിതാവ് രക്ഷയിലേക്ക് വരുമ്പോൾ എന്റെ മാതാവ് എതിർത്തു. കമ്മൽമാലയൊന്നും ഊരത്തില്ല, ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര എതിർക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷം എന്റെ പിതാവ് ഭവനത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുക, അതുവരെയും പ്രാർത്ഥിക്കത്തുമില്ല, മറ്റൊന്നില്ല, എന്ത് കാര്യം ചെയ്താലും ഭയങ്കര ദേഷ്യമാണ്. മിലിറ്ററി മാൻ ആയതുകൊണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ എന്റെ പിതാവ് വന്ന് ഭക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പിതാവിന്റെ പെങ്ങളോട് ചോദിച്ചു, അമ്മിണി എന്നാണ് പിതാവിന്റെ പെങ്ങളുടെ പേര്, അമ്മിണി എവിടെയാണ് പ്രാർത്ഥന എന്ന് വൈകിട്ടുള്ളത്, പെന്തക്കോസ്ത് പ്രാർത്ഥന എവിടെയാണുള്ളത്? അപ്പം എന്റെ ആന്റി പറഞ്ഞു, നമ്മുടെ ചർച്ചിലുണ്ടല്ലോ ഇന്ന് വൈകിട്ട് പ്രാർത്ഥന, അവിടെ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികമായി ദൈവത്തെ സ്തുതിപ്പാൻ തക്കൊണ്ട് ഇടയാക്കുന്നു. എന്നാൽ എന്റെ രഹസ്യ പ്രാർത്ഥനയായിരുന്നു. എന്റെ പിതാവ്, ഞാൻ ചെറുപ്രായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, എപ്പോഴും ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 5ാം ക്ലാസ് മുതൽ ഞാൻ ദൈവത്തെ കൂടുതൽ രുചിച്ചറിഞ്ഞതിനായ സാഹചര്യമെല്ലാം ഞാൻ ആരംഭത്തിൽ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു, ഒന്നുകിൽ ഈ പിതാവിനെ തരുവാണെങ്കിൽ നല്ലൊരു പിതാവായിട്ട് തരണം, ഇല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നാൽ 49ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് രക്ഷയിലേക്ക് കടന്നു വരുവാനും അതിനുശേഷമാണ് ഞങ്ങളുടെ 3 പേരുടെയും വിവാഹം നടക്കുവാൻ തക്കോണം ദൈവം അവിടെ ഇടയാക്കി തീർത്തത്. എനിക്ക് താഴെയുള്ള മൂത്ത അനുജത്തിയുടെ ഫസ്റ്റ് അനുജത്തിയുടെ മാരേജാണ് ആദ്യം നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഏറ്റവും ഇളയ അനുജത്തിയുടെ മാരേജാണ് രണ്ടാമത് നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. 3ാമത്തെ അനുജത്തിയുടെ മാരേജ് ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ നടക്കുവാൻ തക്കണം ഇടയായിട്ട്. ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളാണ്, ഏറ്റവും മൂത്താണ് ഞാനെങ്കിലും ഏറ്റവും ലാസ്റ്റായിട്ട് എന്റെ മാരേജ് നടക്കുവാൻ തക്കണം ഇടയായി തീർന്നത്. അതുവരെയും ഞാൻ ഇങ്ങനെ പല വിഷയങ്ങളിൽ ഇങ്ങനെ കടന്നുപോയ സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ 94-ൽ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുൻപിട്ട് എന്റെ ചർച്ചിലുണ്ടായിരുന്നത് കട്ടപ്പന ഷാജി എന്ന് പറഞ്ഞൊരു ദൈവദാസനായിരുന്നു. ആ ദൈവദാസൻ ഇപ്പോൾ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവിന്റെ ദാസി ശാന്തമ്മ ആന്റി ഇപ്പോഴും കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് ആന്റി പാസ്റ്ററും സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ബിന്ദു എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്, ബിന്ദുവിന്റെ മാരേജ് കഴിയാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുകയില്ല എന്ന്. എന്നാൽ ആ പാസ്റ്റർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആന്റിയോട് പറയുന്നു, ആന്റി എനിക്ക് ദൈവവചനം പഠിക്കണം. എന്നാൽ എന്റെ പിതാവ് എന്നെ എങ്ങും വിടത്തില്ല, ഞങ്ങളെ ഒരു സ്ഥലത്ത് വിടത്തില്ല, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. എന്നാൽ ആ പാസ്റ്ററിന്റെയും NS തോമസ് പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്ററിന്റെയും പ്രയത്നത്തിന്റെ ഫലമായി, സഭയിലെ ദൈവമക്കളുടെ സപ്പോർട്ടിങ്ങിന്റെ ഫലമായി ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ എനിക്ക് പഠിക്കുവാൻ കർത്താവ് ഒരവസരം ഒരുക്കി. 94 മുതൽ 97 വരെ കർത്താവിന്റെ വചനം അവിടെ അഭ്യസിക്കുവാനുള്ളതായ ഭാഗ്യം ദൈവം എന്റെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ കടന്നു ചെന്നതിന് ശേഷം എനിക്ക് ദൈവത്തിന്റെ ദർശനങ്ങൾ, അനേക സഹോദരിമാർക്ക് ദൈവിക ആലോചനകൾ പങ്കിട്ട് കൊടുക്കുവാനും ദർശനങ്ങൾ കാണുവാനും അനേക രോഗികളെ സൗഖ്യമാക്കിയെടുക്കുവാനും അനേക കുടുംബങ്ങളിൽ തകർന്നു കിടക്കുന്ന വ്യക്തികളെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷകൾ 94-ൽ ദൈവം എന്റെ കരങ്ങളിൽ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 97 ഞാൻ ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞ് ഒരു അധിക മാസം പോലും എന്റെ ഭവനത്തിൽ നിൽക്കുവാൻ എന്റെ അപ്പൻ എന്നെ അനുവദിച്ചില്ല. നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനെ എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗുഡ് ന്യൂസ് മുഖാന്തരമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഗുഡ് ന്യൂസിൽ പരസ്യം കൊടുക്കുന്നതിന് മുൻപിട്ട് ഒരു മയക്കം എഴുതി കൊണ്ടുപോകുമ്പോൾ ചാക്കോ അച്ഛൻ
ജെ ചാക്കോച്ചൻ. എന്റെ അനുജന്റെ പേരാണ്. അനുജന്റെ പിതാവ് ഒരു കർത്തൃവേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവായിരുന്നു. ഇന്ന് പിതാവില്ല, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്റെ അനുജൻ ആ മാറ്ററും എടുത്തിട്ട് എന്റെ അനുജന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മോൾക്ക് വേണ്ടി, ബിന്ദു മോൾക്ക് വേണ്ടി ഉള്ളൊരു മാറ്ററാണ്, മാരേജ് ബ്യൂറോയിൽ ഇടാനാണ്, ഗുഡ് ന്യൂസിൽ ഇടാനാണ്, ഇതിനെന്തെങ്കിലും ഭേദഗതി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ആ പിതാവ്, എന്റെ അനുജത്തിയുടെ അമ്മാവിയേട്ടൻ, ആ മാറ്റർ എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള വിവരം ഇതിനകത്ത് എഴുതണ്ട, പിന്നെ നന്നായി പാടുന്ന വ്യക്തിയാണ്, കാഴ്ചയിലുള്ള കൊള്ളാവുന്നതാണ്, ദൈവത്തിനും പഠിച്ചൊരു കുട്ടിയാണെന്നൊക്കെ മാത്രം എഴുതിയാൽ മതി. അങ്ങനെ എഴുതി ഒരു ലെറ്റർ ഇടുവാൻ, ഒരു പരസ്യം കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെയാണ് എന്റെ വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. എന്റെ ഗ്രാജുവേഷന് എല്ലാവരും നല്ല സാരി വാങ്ങി ഡ്രസ്സൊക്കെ നല്ല ധരിച്ച് നിൽക്കുമ്പോൾ എന്റെ പാസ്റ്റർ ആന്റിയുടെ സാരിയാണ് ഞാൻ എന്റെ ഗ്രാജുവേഷൻ ഉപയോഗിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. എനിക്ക് നല്ലൊരു സാരി എന്റെ ഭവനത്തിൽ നിന്ന് വാങ്ങി തരുവാൻ കഴിവില്ലാത്തൊരു ഭവനമല്ല, പക്ഷെ എന്റെ പിതാവ് ഭയങ്കര കടുംപിടുത്തമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഒരു നിലകളിലും ഒരു സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിലൊരു പ്രശ്നം വരരുതെന്ന് പറഞ്ഞ് എന്റെ മാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. എന്നാൽ എന്റെ പാസ്റ്റർ ആന്റിയുടെ വിവാഹത്തിന് ഉപയോഗിച്ചതായ സാരി കൊടുത്തിട്ടാണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഗ്രാജുവേഷൻ സമയത്ത് എല്ലാവരും ഫ്രണ്ട്സിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ നിറകണ്ണുകളോടെയാണ് വീട്ടിൽ പോകുന്നത്. അടുത്ത സിറ്റുവേഷൻ എനിക്ക് എന്താണെന്ന് അറിയില്ല. അതിനുശേഷമാണ് എന്റെ അനുജൻ, എനിക്ക് രണ്ട് അനുജന്മാരാണുള്ളത്, ജോയി, ചാക്കോച്ചൻ. രണ്ട് അനുജന്മാർ എന്നെ സ്വന്തം ഒരു കൂടെ പിറന്ന സഹോദരങ്ങളെ പോലെ തന്നെയായിരുന്നു. ഒരു സഹോദരി എത്രമാത്രം സഹോദര സ്നേഹം അറിയാത്തതായ ഒരു വ്യക്തിയുടെ സ്നേഹം, എന്റെ പിതാവിന്റെ സ്നേഹമോ മാതാവിന്റെ സ്നേഹമോ അറിയാത്ത ആ ആത്മാർത്ഥമായ സ്നേഹം എന്റെ അനുജത്തിമാരുടെ ഹസ്ബൻഡ്, എനിക്ക് രണ്ട് അനിയന്മാരാണുള്ളത്, അനുജത്തിമാരുടെ ഭർത്താക്കന്മാർ അനിയന്മാരാണല്ലോ, രണ്ടനിയന്മാർ എന്നെ ആത്മാർത്ഥമായി ഒരു സഹോദരിയെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്റെ കാര്യങ്ങളെ വളരെ കെയർ ചെയ്യുവാൻ അവരെ രണ്ടുപേരെയും ദൈവം ആ കാലഘട്ടത്തിൽ എടുത്ത് ഉപയോഗിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. രണ്ട് അനുജന്മാരുടെയും പ്രയത്നം, ഇളയ അനുജന്റെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞതായ അനുജന്റെ പിതാവിന്റെയും പ്രയത്നം നിമിത്തമാണ് എനിക്കൊരു വിവാഹ ജീവിതം കൊണ്ടുവരുവാൻ തക്കോണം ഇടയായി തീർന്നത്. എന്റെ ഭവനത്തിൽ ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ഹിന്ദു ഫാമിലി ആയിരുന്നു. ആ സുരേഷ് എന്ന് പറഞ്ഞാണ്, അവരെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുവെങ്കിൽ അവർ എനിക്ക്, എന്റെ ഭവനത്തിന്, എന്റെ അനുജന്മാർക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ബിന്ദുവിന് വരുന്ന വിവാഹം ഏതാണെങ്കിലും, ബിന്ദുവിനെ ഏക്കുന്നൊരു ഭർത്താവാണെങ്കിൽ, പണമൊന്നും നോക്കാതെ ഏക്കുന്നൊരു ഭർത്താവാണെങ്കിൽ അവളെ വിവാഹം കഴിച്ചു വിടണമെന്ന് പറയുവാനും എന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ അനുജന്മാരാണ് ഏറ്റെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. അവരുടെ സപ്പോർട്ടിങ് നിമിത്തമാണ്, അവരുടെയും അയൽവാസികളുടെയും ദൈവമക്കളുടെയും സപ്പോർട്ടിങ് നിമിത്തമാണ് എന്റെ വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, എന്നാൽ ദൈവം എന്നെ അവിടെയും കൈവിട്ടില്ല. സിസ്റ്റർ, ഹിന്ദു എന്ന് പറയുമ്പോ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നോ? അല്ല, രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലായിരുന്നു. ഇപ്പോഴും ഒരു ഹിന്ദുക്കളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ അയൽവാസിയാണ്. അല്ല സിസ്റ്റർ, ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ടതായിരുന്നു? അതെ, എന്റെ ഹസ്ബൻഡ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസി വന്നത്. ഓക്കെ. പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത് ആരാ? ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ വിവാഹം എന്റെ ഭവനത്തിന്റെ, എന്റെ പുനലൂർ വീടിന്റെ അടുത്തുള്ളതായ ആൾക്കാരാണ് ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ളതായ അവർ നിമിത്തവും അവരുടെ ഒരു സപ്പോർട്ടിങ്, വാക്കാലുള്ള സപ്പോർട്ടിങ്, മറ്റുള്ളതായ പ്രയത്നങ്ങൾ എല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ആ ഹിന്ദു ഫാമിലി. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഫാമിലിയാണ്, ഞങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ളതല്ല. അയൽവക്ക സ്നേഹം, അയൽവക്ക സ്നേഹമായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടിങ് എന്റെ അനുജന്മാർക്കുണ്ടായിരുന്നു. ദൈവകൃപയാൽ എന്റെ മൂത്ത അനുജൻ നിഷ എന്നാണ് എന്റെ അനുജത്തിയുടെ പേര്. അനുജത്തിയുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. രണ്ടാമത്തെ അനുജത്തിയുടെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് ദുബായിൽ തന്നെ ആയിരിക്കുന്നു, ഫാമിലിയോടെ ആയിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് എനിക്ക് നല്ലൊരു ജീവിതം ലഭിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. ദൈവം എനിക്ക് വേണ്ടി കരുതി എന്ന് മാത്രമേ എനിക്കിന്ന് നന്ദിയോടെ പറയുവാൻ തക്കോണം കഴിയുകയുള്ളൂ. അവരുടെ പ്രയത്നം, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, എന്റെ ചർച്ച്
വിശ്വാസികൾ അതിന് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്ക് നല്ലൊരു ജീവിതം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു എന്റെ കോട്ടവട്ടം ചർച്ചിലുള്ളതായ ദൈവമക്കൾ. അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ എല്ലാ ദൈവദാസന്മാരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എന്റെ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമക്കളായിരുന്നു, പാസ്റ്ററും ദൈവദാസന്മാർ ആയിരുന്നു. എന്റെ ഭവനത്തിൽ പ്രപ്പോസലുകൾ വരുമ്പോൾ എന്റെ പിതാവ് അതെല്ലാം തട്ടിമാറ്റി കളയുമായിരുന്നു. എന്നാൽ എന്റെ അയൽവാസികളോ എന്റെ വിശ്വാസികളോ എന്റെ കൂട്ടുവേലക്കാരോ ആരും എനിക്ക് എന്റെ കാര്യത്തിന് ഒന്നും എതിർ നിന്നിട്ടില്ലായിരുന്നു. എന്നാൽ ദൈവം എവിടെയൊക്കെ എന്നെ മനുഷ്യൻ എവിടെയൊക്കെ എന്നെ തട്ടിമാറ്റിയിട്ടുണ്ടോ, ദൈവം എനിക്ക് തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്തൃദാസനെ, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതായ ഒരു കർത്തൃദാസനെ, കർത്തൃവേലയില് ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്തൃദാസനെ 1998 ഞങ്ങൾക്ക് വിവാഹിത ജീവിതം നയിക്കുക, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കോണം സ്വർഗത്തിൽ ദൈവം ഒരു ഭാഗ്യം ഒരുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ആ വിവാഹത്തിന് വരുമ്പോൾ, നിശ്ചയത്തിന് പെണ്ണ് കാണാൻ വരുമ്പോൾ, ആ പെണ്ണ് കണ്ടുപോയി 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അത് ഈ നിശ്ചയത്തിന് വരുമ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവർ എന്നെ കണ്ടപ്പോൾ എന്റെ കണ്ണ് കാഴ്ചയില്ല എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരെയും ശക്തമായി എതിർത്തിരുന്നു. ആരും ദൈവദാസന് സപ്പോർട്ടിങ് ഇല്ലായിരുന്നു. എല്ലാവരും എതിർത്ത് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ്, പ്രശ്നത്തിന്റെ മേൽ പ്രശ്നം കൊണ്ട് നിറഞ്ഞ്, അങ്ങനെ വീടൊരു മരണ വീടാന്ന് പറയാം. ഒരു നിശ്ചയം നടക്കുന്ന ഒരു വീടല്ല, ഒരു മരണ വീടിന്റെ അനുഭവമായിരുന്നു എന്റെ ഭവനത്തിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ എന്റെ ദൈവമക്കൾ, എന്റെ സഭാവിശ്വാസികൾ കൈകോർത്ത് അവിടെ ഭവനത്തിലിരുന്ന് നിശ്ചയം നടക്കുന്ന ഭവനത്തില് കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും നിരാശയുടെയും അലകൾ അടിക്കുമ്പോൾ എന്റെ സഭാവിശ്വാസികൾ ആ ഭവനത്തിനകത്തിരുന്ന് 3 റൂമുണ്ട്, 3 ബെഡ്റൂമുണ്ട്, 3 ബെഡ്റൂമിനകത്തും കൈകൾ കോർത്തിരുന്ന് പ്രാർത്ഥിച്ച് 2:30-3 മണിയായപ്പോൾ കർത്താവിന്റെ ദാസൻ വന്ന് എന്റെ കർത്താവിന്റെ ദാസന്റെ പാസ്റ്ററോടും എന്റെ ഭവനത്തിലുള്ളവരോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും ഒന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞാൻ വിവാഹം കഴിച്ചാൽ ഈ സഹോദരിയെ വിവാഹം കഴിക്കുകയുള്ളൂ, ജീവിത പങ്കാളിയായി ഈ സഹോദരിയെ മാത്രമേ ഞാൻ ഭാര്യയായി സ്വീകരിക്കുള്ളൂ, എനിക്ക് വേറൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് അവരോട് വാക്കുകൊടുക്കുവാനും അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഇന്നും ഞങ്ങളുടെ കുടുംബജീവിതം ക്രിസ്തുവിൽ ഈ ഭൂമി ഏറ്റവും സന്തോഷമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഭവനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങൾ കൂടി, വേദനാജനകമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ട്. അതൊക്കെയും നമുക്ക് ഈ ലൈവിൽ പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവിടെയും ദൈവം എന്നെ മരണത്തിൽ നിന്നൊക്കെ വിടുവിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അവിടെ ദൈവദാസൻ ഇല്ലാത്ത സമയത്താണ് പ്രശ്നങ്ങൾ ശക്തമായി നടക്കുന്നത്. എന്നാൽ ദൈവദാസൻ എന്നെ ഒരു കുഞ്ഞിനെ എപ്രകാരമാണോ നോക്കുന്നത് അതുപോലെയാണ് എന്നെ ഇന്ന് വരെയും എന്നെ പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ എല്ലാ സാഹചര്യത്തിലും, എന്റെ ഏത് വേദനയിലും, എന്റെ ഏത് സാഹചര്യത്തിലും എന്നോട് ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു കർത്തൃദാസനെ തന്നെയാണ് കർത്താവ് എനിക്ക് ജീവിത പങ്കാളിയായി തന്നിരിക്കുന്നത്. 98 ശേഷം 98 ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തമിഴ്നാട്ടിലാണ്, ഞങ്ങൾ പൊള്ളാച്ചിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ പൊള്ളാച്ചിയിലാണ്. അതിനു മുൻപിട്ട് കർത്താവിന്റെ ദാസൻ ചാലക്കുടി പ്രദേശത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരു ഉലകപ്രകാരമായ ഒരു ജോലിയിലായിരുന്നു മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. കർത്താവിന്റെ ദാസന്റെ സഹോദരങ്ങളെല്ലാം ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. കർത്താവിന്റെ ദാസന്റെ ചെറിയ പ്രായത്തിലാണ് കർത്താവിന്റെ ദാസന്റെ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കോണം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായിരുന്നു. അതിനുശേഷം അവർ ഇവിടെ വന്ന് ഒരുപാട് കർത്തൃവേലയിൽ കഷ്ടപ്പെടുവാനും ഒത്തിരി വേദനകൾ അനുഭവിക്കുവാനും ഒത്തിരി കഷ്ടതയിൽ കൂടി, നിരാശയിൽ കൂടി, ദാരിദ്ര്യത്തിൽ കൂടി ഒക്കെ കടന്നു പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്റെ പിതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ കർത്താവിന്റെ ദാസന്റെ സഹോദരങ്ങളെല്ലാം ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ആരും വിവാഹപ്രായം എത്തുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും അല്ലായിരുന്നു. ഏറ്റവും ഇളയ അനുജത്തി 9 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ. കർത്താവിന്റെ ദാസന്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ അതിനുശേഷം കർത്താവിന്റെ ദാസൻ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുകയും അങ്ങനെ അനേക കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെട്ടാണ് ഒരു ഭവനം നിർമ്മിക്കുവാനും, ഒരു ഭവനം വാങ്ങിക്കുവാനും, വസ്തു വാങ്ങിക്കാനും, ഭവനം നിർമ്മിക്കുവാനും ഒക്കെ കർത്താവിന്റെ ദാസൻ ജീവിതത്തിൽ ദൈവം ഇടയാക്കി തീർത്തത്.
അതിനുശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. വിവാഹം നടക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ദൈവം കൂട്ടിച്ചേർത്തു. എന്നാൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി, ലോകം വിധി എഴുതി. ഫുൾ ആകൃതിയിലല്ല എന്റെ ഗർഭപാത്രം ഉള്ളത്, എല്ലാ സഹോദരിമാർക്കുള്ളതുപോലെ അല്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടറിനോട് പറഞ്ഞാണ് ഫുൾ ആകൃതി നിങ്ങളുടെ യൂട്രസിന് ഇല്ല, പകുതിയേ ഉള്ളൂ, നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കുകയില്ല എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നാൽ ദൈവം അവിടെ ആ ഡോക്ടർമാർ അങ്ങനെ വിധി എഴുതിയപ്പോൾ എനിക്ക് ദൈവം 98 തന്നെ ഞാൻ കൺസീവ് ആകുവാനും 99 എന്റെ കുഞ്ഞിന് ഈ ഭൂമിയിൽ ഒരു ജന്മം കൊടുക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ഈ ഭൂമിയിൽ കർത്താവ് എനിക്ക് ദാനം തരുവാൻ ദൈവം അവിടെ ഇടയാക്കി തീർത്തു. 3 മാസം വരെ എല്ലാവരും ഇങ്ങനെ കൈയടിക്കും, കൊച്ചിന് ചെവി കേൾക്കാമോ, കണ്ണ് കാണാമോ, നടക്കുമോ, എല്ലാം ഇങ്ങനെ എന്താണ് അതിനെ പരീക്ഷിച്ചു നോക്കുമായിരുന്നു. എന്നാൽ എന്റെ ദൈവം തമ്പുരാൻ എല്ലാവരുടെയും മധ്യത്തിൽ എന്റെ കുഞ്ഞിനെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സുന്ദരിയായ, മറ്റുള്ളവർ ആരും തെറ്റ് പറയാത്ത നല്ല അനുഗ്രഹിക്കപ്പെട്ട സുന്ദരിയായ ഒരു കുഞ്ഞിനെ ദൈവം ദാനം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഡോക്ടർമാർ വിധി എഴുതിയതാണ് എനിക്ക് കുഞ്ഞ് ലഭിക്കുകയില്ലായത്. 2 പ്രാവശ്യം ആ സമയത്ത് അബോർഷനായി പോയതാണ്. എന്നാലും അവിടെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുഞ്ഞിനെ ദാനം തരുവാൻ ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റുമ്പോൾ, ഓപ്പറേഷൻ എന്ന് പറഞ്ഞു പോയതല്ല, ദൈവദാസനെ ഹസ്ബൻഡിനെ കാണണമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അങ്ങനെ പോയപ്പോൾ എനിക്ക് ഡെലിവറി ടൈമായി, നിങ്ങൾ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ദൈവദാസൻ എന്റെ കയ്യിൽ പിടിച്ചു പ്രാർത്ഥിച്ചു. റൂമിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ ഡെലിവറി ആകുകയും ചെയ്തു. നോർമൽ ഡെലിവറി ലഭിക്കുവാൻ തക്കോണം സ്വർഗ്ഗത്തിലെ ദൈവം ആരോഗ്യമായ ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് ദാനം ചെയ്യുവാൻ തക്കോണം ഇടയായിട്ട് അവളുടെ ഓരോ വളർച്ച ഘട്ടത്തിലും ദൈവം എനിക്ക് തുണയായി നിന്നു. എല്ലാ മാതാപിതാക്കളും 3 മാസം വരെ അല്ലെങ്കിൽ 6 മാസം വരെ ഡെലിവറിയായി 6 മാസം വരെ സ്വന്തം മക്കളെ സ്വന്തം ഭവനത്തിൽ സംരക്ഷിക്കും. എന്നാൽ എന്റെ പിതാവ് അവിടെ എന്നെ നിർത്തിയില്ല. 56-ാമത്തെ ദിവസം പച്ച വയറുമായി പച്ച കുഞ്ഞുമായി ബസ്സിൽ, ഒരു മാതാപിതാക്കളും ചെയ്യുന്ന ഒരു കാര്യമല്ല, ബസ്സിലാണ് എന്നെ കയറ്റി കൊണ്ടുവരുവാൻ തക്കോണം ഇടയെ തീർന്ന്. ഒരു കാർ പിടിച്ചു വരുവാൻ ഉള്ളതായി നിവൃത്തിയില്ലാത്തൊരു ഭവനമല്ല, കാർ പിടിച്ചൊന്നും വന്നില്ല, എന്നെ ബസ്സിൽ തന്നെയാണ് കൊണ്ടുവരുവാൻ തക്കോണം ഇടയെന്ന്. 56-ാമത്തെ ദിവസം ഞാൻ എന്റെ ഭവനത്തിൽ വന്ന് അതിന് ശേഷം എല്ലാ കാര്യങ്ങളും എന്റെ കർത്താവിന്റെ ദാസൻ എനിക്ക് തുണയായി തന്നതായ എന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഹസ്ബൻഡാണ് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുവാൻ തക്കോണം ഇടയെ തീർന്ന്. 56 മുതൽ ഈ 25 വർഷം വരെയും 26-ാമത്തെ വയസ്സാകുന്നു എന്റെ മകൾക്ക്. അതുവരെയും ഞങ്ങൾ രണ്ടുപേരും ആ കുഞ്ഞിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, എന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എങ്കിലും ഒരു കണ്ണ് അല്പം ഒട്ടും കാണത്തില്ല, അന്ന് ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എല്ലാവരും നോക്കും, കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോൾ എല്ലാവരും നോക്കും, കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുമ്പോൾ നോക്കും, കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നോക്കും. എല്ലാം എന്നെ ഇങ്ങനെ വലിയൊരു മറ്റുള്ളവരെക്കാട്ടിലും വേറെ രീതിയിൽ എന്നെ നോക്കുമായിരുന്നു. എല്ലാം അവിടെ ഒന്നെല്ലാം ദൈവം എന്നെ എന്റെ കുഞ്ഞിന് ചെറിയ പ്രായത്തിൽ ഒരു പോറൽ ചൂടുവെള്ളം വീഴുകയോ ഒരു പ്രാണികൾ കടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരാപത്തും വരുത്താതെ, ഒരനർത്ഥവും വരുത്താതെ, ഒരു മാരക രോഗങ്ങളും വരാതെ 25 വർഷക്കാലം എന്റെ പൈതലിനെ വളർത്തിയെടുക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ അവിടെ ഇടയാക്കി തീർത്തു. പ്രിയ ദൈവമക്കളെ, അതിനുശേഷം 1999 എനിക്ക് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭാഷ അറിയില്ല. 98 ഞാൻ പാസ്റ്റർ മൂന്നാറിലെ ട്രാൻസ്ലേഷന് പോയപ്പോൾ അപ്പൊ ഞാൻ കൺസീവ് ആണ്. ആ സമയത്ത് ഞാൻ എന്നെ കാണാനായിട്ട് എന്റെ ചർച്ചിലുള്ള അവിടെ പൊള്ളാച്ചി ചർച്ചിലുള്ളതായ ദൈവമക്കൾ വരുമ്പോൾ ഒരു സഹോദരിക്ക് ഭയങ്കര പൈശാചികമായി പോരാട്ടമുള്ള ഒരു സഹോദരിയായിരുന്നു. ഈ സഹോദരി എനിക്ക് പോരാട്ടമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ കാണാൻ വന്നതാ, എന്നെ കല്യാണത്തിന് വന്ന് കണ്ടിട്ടില്ല. അപ്പൊ എന്നെ കാണാനായിട്ട് വന്നതാ. ഈ പുള്ളിക്കാരി അവിടെ ഇരിക്കുമ്പോൾ ഈ പുള്ളിക്കാരിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഞാനൊരു പ്രൈസ് ലോഡ് പറഞ്ഞപ്പോഴത്തേന് ഇത് ആട്ടാങ്കാലിൽ ഇരുന്ന് ആട്ടുന്ന പോലെ ഇരുന്ന് ആട്, അതിന്റെ പേര് ടാറ്റ എന്നാണ്, ഇരുന്ന് ആടുക. നമ്മുടെ മുടിയെക്കാട്ടിലും താഴെ, കാലിന്റെ താഴെ വരെ മുടി നീണ്ടു. നാക്ക് നമ്മുടെ താഴെ വരെ പോയി. അതിന്റെ നാക്ക് നമ്മുടെ സാധാരണ നാക്കല്ല, നാക്ക് താഴെ വരെ പോയി, മുടി താഴെ വരെയായി. എനിക്ക് ആകെ, ഞാനിതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. 99 നടന്ന സംഭവം ദൈവദാസൻ ഭവനത്തിൽ ഇല്ല. ദൈവം എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് കൃപാവര ശുശ്രൂഷ ലഭിച്ചിട്ടില്ല. രോഗശാന്തി ശുശ്രൂഷ ചെറുപ്രായത്തിൽ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ കൃപാവര ശുശ്രൂഷ എനിക്ക് ലഭിച്ചിട്ടില്ല. അന്ന് ഞാൻ മുഴങ്കാൽ മടക്കി മലയാളം
മലയാളം ബൈബിൾ എന്റെ കയ്യിൽ ഇരിക്കുക. തമിഴ് എനിക്കൊന്നും അറിയത്തില്ല, ആമാന്ന് മാത്രം അറിയാം, വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ സഹോദരിക്ക് ഇങ്ങനെ വന്നപ്പം എനിക്ക് ആകെ പേടിയായി. എന്റെ അടുത്ത് നമ്മുടെ ഒരു വിശ്വാസിനെ എന്നെ ആക്കിയിട്ടാ പോയിരിക്കുന്നത്, എന്റെ അടുത്ത് ഹെൽപ്പിന് വെച്ചിട്ടാ പോയിരിക്കുന്ന പാസ്റ്റർ ശുശ്രൂഷയ്ക്കായിട്ട്. അപ്പം ഈ സഹോദരിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നപ്പം ആ സഹോദരി എന്നോട് പറഞ്ഞ്, ഇതൊരു പോരാട്ടമാണ്, ഒരു പിശാചാണ് ഇത്, പിന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ, പാസ്റ്റർമ്മ പ്രാർത്ഥിച്ചാൽ അത് മാറും. തമിഴ്നാട്ടില് പാസ്റ്റർമ്മ എന്നാ വിളിക്കുന്നത്, പാസ്റ്റർമ്മ പ്രാർത്ഥിച്ചാൽ അത് മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഞാന്, ദൈവമേ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തിട്ടില്ലല്ലോ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഭാഷയും അറിയില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇതിന്റെ നാക്ക് ഇത്രയും നമ്മുടെ വയറ്റിന്റെ താഴെ വരെയായി, ഇതിന്റെ മുടി നമ്മുടെ കാലിന്റെ താഴെ വരെയായി. അത് എന്നിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്, ശരിക്കും കിടന്ന് കറങ്ങുകയാണ്. ഇത് കറങ്ങി 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 3:30 മണി വരെയും ഈ അവസ്ഥയിൽ തന്നെ പോവുകയാണ്. അപ്പം ഞങ്ങള് അവിടെ തിങ്കളാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, ബുധനാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, ശനിയാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഇതിൽ അനേക രോഗികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ബ്രെയിൻ ട്യൂമർ മാറുന്നത് എന്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് മാറുന്നത് കണ്ണാലെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ മാറുന്നത് കണ്ണാലെ ഞാൻ കണ്ട് സാക്ഷിയായി തീരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവം, അന്ന് ഈ ഭൂതമിറക്കുന്ന അനുഭവം എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം. അപ്പം ഈ രോഗം സൗഖ്യമാകുന്ന ദൈവം എന്നോട് പറഞ്ഞത്, രോഗം സൗഖ്യമാകുന്ന ശുശ്രൂഷ എന്റെ കയ്യിലുണ്ട്, ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ കൃപാവര ശുശ്രൂഷ എനിക്ക് അന്നില്ലായിരുന്നു. പക്ഷെ ഞാന് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, കൃപാവര ശുശ്രൂഷ എനിക്കില്ല, എനിക്കിത് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ദൈവം എന്നോട് സംസാരിക്കണം, മകളെ നീ പ്രാർത്ഥിച്ചു തുടങ്ങ്, ഇത് എന്നാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, ഏത് നിമിത്തമാണ് വന്നതെന്ന് ദൈവാത്മാവ് നിന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മലയാളത്തിലേക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ കെട്ടുകൾ, 12 വകയിലുള്ളതായ കെട്ടുകൾ, പല വിധത്തിലുള്ളതായ പൈശാചിക പോരാട്ടങ്ങൾ തന്റെ ശരീരത്തിൽ, അവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എന്റെ കണ്ണാലെ കാണുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. അതാണ് എന്റെ ശുശ്രൂഷയുടെ, എന്റെ വിവാഹം കഴിഞ്ഞ എന്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടം. അവിടെ നിന്ന് ഞങ്ങള് ആ സഹോദരിക്ക് പിന്നെ പൂർണ്ണമായി സൗഖ്യം ലഭിച്ച് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ഈ ദിവസങ്ങളിലൊക്കെ ബൈബിൾ സ്റ്റഡി നടക്കുമായിരുന്നു. അപ്പം ഭയങ്കര എതിർപ്പാണ്, ഓൺലൈൻ പ്രേയർ നടക്കും, ബൈബിൾ സ്റ്റഡി നടക്കും, ഭയങ്കര എതിർപ്പാണ്. ജനം ഇങ്ങനെ ഇരച്ചു വരുന്ന വെള്ളം ഇരച്ചു വരുന്ന പോലെ ജനം ഈ ബൈബിൾ ക്ലാസ്സിനും ഈ പ്രാർത്ഥനയ്ക്കും കയറി വരും. കാരണം ഒരാൾക്ക് സൗഖ്യമാകുമ്പോൾ അടുത്ത ആളോട് പോയി പറയും. ഇങ്ങനെ രോഗികൾ സൗഖ്യമായ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം, 98-ല്. അങ്ങനെ അതിനുശേഷം ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നാക്കിന്റെ മുകളിൽ ഇങ്ങനെ വിണ്ടിരിക്കുന്ന ഒരു പൈതലുണ്ടായിരുന്നു. ആ പൈതലിന് ദൈവം സൗഖ്യം കൊടുക്കുവാൻ തക്കോണം, പകുതി ഭാഗം അടയുവാനും അത് അമ്മ എന്ന് പറയുവാനും തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷം ചർച്ച് ഡെവലപ്പായി തീരുവാൻ തക്കോണം ഇടയായി. ഇതെന്റെ മാരേജിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പിട്ട് അവരുടെ ഭവനത്തിൽ അനേക ദൈവപ്രവർത്തികൾ നടന്നിട്ടുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. അത് ദേവദാസൻ ഒരു സന്ദർഭം ലഭിക്കുമ്പോൾ ദേവദാസൻ പറയും. അപ്പം ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. 98-ൽ ഇങ്ങനെ ഈ 2 സംഭവം ശുശ്രൂഷയില് വിടുതൽ ലഭിക്കുന്നത് എനിക്ക് കണ്ണാലെ കാണുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ശുശ്രൂഷ ഡെവലപ്പ് ആകുവാനും അനേക ദൈവമക്കൾ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ കുറവാണ്. അവർ ദൈവഭാഗത്ത് കടന്നു വരുവാനും അനേക രക്ഷയിലേക്ക് കടന്നു വരുവാനും സ്നാനപ്പെടുവാനും ബൈബിൾ ക്ലാസ്സുകൾ നടക്കുവാനും സൺഡേ സ്കൂളിൽ 85 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഈ 85 സ്റ്റുഡന്റില് മുസ്ലിമിൽ നിന്നൊരു കുഞ്ഞ് എപ്പോഴും വരുമായിരുന്നു, ഇങ്ങനെ ഈ ഇടോ ഒലിച്ച് വായ ഇങ്ങനെ സംസാരിക്കുന്നത്, അതിന് മന്ദബുദ്ധി കൊച്ച. അപ്പം ഈ 14 ദിവസത്തെ വെക്കേഷൻ ബൈബിൾ ക്ലാസ് വയ്ക്കുമ്പോൾ 5-ാമത്തെ ദിവസം ഈ കുഞ്ഞിന് കർത്താവ് അത്ഭുതമായി സൗഖ്യം കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുവരെ അത് സംസാരിക്കുകയില്ല, അതുവരെ അത് ഈളും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, നാക്കിങ്ങനെ ഈ പേപ്പട്ടി നാക്ക് ഇടുന്നത് പോലെ നാക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു അതിന്റെ. അങ്ങനെ ആ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിൽ ഈ കുഞ്ഞിന്റെ തലയിൽ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ, നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് അതിന് പറയാൻ അറിയത്തില്ല, അങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച്, എല്ലാരും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ അടുത്ത് എന്നിട്ട്, യേശുവിന്റെ നാമത്തിൽ നിന്റെ നാവിന്റെ കെട്ടിനെ അഴിക്കുവാൻ പിതാവിന്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം തന്നിരിക്കുന്ന
അധികാരത്തിൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിന്റെ നാവിന്റെ കെട്ടഴിയുവാനും അവൾ അമ്മ യേശു ഇശുശു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ശൂശു എന്ന് പറയാതെ യേശുവേ എന്ന് പറയാൻ പറഞ്ഞു. ഈ കുഞ്ഞ് 5 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു. 4ാമത്തെ പ്രാവശ്യം യേശു ഇങ്ങനെ ആ കുഞ്ഞ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇത് ആ ദേശത്തിൽ വലിയ ഒരു ചലഞ്ചായി തീരുവാനും അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രി പിന്നെയും ഡെവലപ്പായി തീരുവാനും പല സ്ഥലങ്ങളിൽ ഔട്ട് സ്റ്റേഷൻ വർക്കുകൾ ആരംഭിക്കുവാനുള്ളതായ ഭാഗ്യം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി തരുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇതെന്റെ വിവാഹം കഴിഞ്ഞ് 98, 99, 2000 വർഷങ്ങളിലുള്ളതായ കാലഘട്ടത്തിൽ നടന്നതായ സന്ദർഭം ഉള്ളതായ സാഹചര്യങ്ങളാണ്. അതിനുശേഷം ഞങ്ങൾ 4 വർഷം കേരളത്തിന്റെ പ്രദേശത്ത് കടന്നു പോകുവാനും അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുവാനും ദൈവം അവിടെ അവസരം ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്തിൽ കഷ്ടത എന്തെന്ന് എനിക്ക്, അങ്ങനെ പിതാവ് മദ്യപാനിയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് ആഹാരം ഇല്ലാതിരിക്കത്തില്ല, ഭക്ഷണം എന്തെങ്കിലും കാണും. ഭക്ഷണത്തിന് മൂട്ടില്ല, പക്ഷെ വസ്ത്രത്തിന് ഞങ്ങൾ ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. പിതാവ് ഒട്ടും വസ്ത്രമൊന്നും അധികം വാങ്ങിത്തരത്തിലായിരുന്നു, പക്ഷെ ആഹാരത്തിന് ഞങ്ങളെ മുട്ട് വരുത്തത്തിലായിരുന്നു. വിശപ്പ് എന്തെന്ന് ഞാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കേരളത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോൾ നന്നായിട്ട് വിശപ്പ് എന്താണെന്നും കഷ്ടത എന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും അറിയുവാൻ ഉള്ളതായ സാഹചര്യം ദൈവം ഇടയാക്കി തീർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവവേലയിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്രകാരം എല്ലാം കർത്തൃവേലയിൽ ആയിരിക്കണമെന്ന് ആ 4 വർഷം ദൈവം എന്നെ പഠിപ്പിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 2 വസ്ത്രം മാത്രമായിരുന്നു എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്റെ മോള് +2 പഠിക്കുന്നിടം വരെയും കോളേജിൽ പോകുന്നിടം വരെയും 2 വസ്ത്രം 3 വസ്ത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് ഒരു പ്രാവശ്യം ഒരു മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ ഞാൻ പിന്നിങ്ങനെ കുത്തിയിട്ട് ആ വസ്ത്രം ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ഷാളിങ്ങനെ പതച്ചിട്ടാണ് ആ വസ്ത്രത്തെ എടുത്തിട്ടാണ് ഞാൻ ഒരു മീറ്റിങ്ങിന് വർഷിപ്പ് ചെയ്ത് കൊടുക്കുവാനായിട്ട് കടന്നുപോയി എന്റെ സാഹചര്യം എല്ലാം കണ്ടപ്പോൾ ഒരു ആന്റി എന്റെ കയ്യിൽ ഒരു 2500 രൂപ തരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അത് മേടിച്ച് മോളെ നീ ഇത് കൊണ്ടുപോയി വസ്ത്രം വാങ്ങിക്കണം, പോയി വാങ്ങി നീ അടുത്ത മീറ്റിങ്ങിന് ഒരു വിട്ടിട്ട് വന്നു. അങ്ങനെയൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവമക്കളെ, അവിടെ കഷ്ടത എന്താന്ന് നന്നായി ഞാൻ പഠിച്ച ഒരു വ്യക്തിയാണ്. വിശ്വാസ ജീവിതം എന്താന്ന് 1998, 99, 2000, 2001 ശേഷം കഷ്ടത എന്താന്ന് ഞാൻ വളരെ വ്യക്തമായി പഠിച്ച ഒരു വ്യക്തിയാണ്. എന്റെ ഭവനത്തില് അരിയൊന്നും ഉണ്ടാകില്ല, എന്നാൽ എന്റെ മോള് വളർന്ന് വലുതായി വരുമ്പോൾ അവൾക്കുള്ള ആഹാരം എവിടെ നിന്നെങ്കിലും ഇങ്ങനെ കിട്ടും. ഒരു പ്രാവശ്യം വീട്ടിൽ ഒന്നുമില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാ പാത്രവും ഇങ്ങനെ പോയി നോക്കുക, എന്തെങ്കിലും ഉണ്ടോ എന്റെ കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ. ഞാൻ അവിടെ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല, എല്ലാം കാലിയാക്കി തുടച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് ഒരു അരപ്പിടി അരി ഒരു പാത്രത്തിനകത്ത് ഇരിക്കുക, അരിയിടുന്ന പാത്രത്തിൽ ഇരിക്കുക. ആരാ ഇത് കൊണ്ടുവന്ന് വെച്ചതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. എന്റെ മോൾക്കത് വെച്ചു കൊടുക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഭാഗ്യമൊരുക്കിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടത ശുശ്രൂഷ മുഖത്ത് വളരെ വേദന അനുഭവിച്ചിട്ടുണ്ട്, വളരെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. 98 ഞാൻ അതിനിടയ്ക്ക് ഒരു സന്ദർഭം പറയാൻ മറന്നുപോയി. 98 ഞങ്ങള് കൊങ്കൽ നഗരം എന്ന് പറഞ്ഞ ആയ ദേശത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയുടെ മൊത്തം ഔട്ട് സ്റ്റേഷൻ വർക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ ചെന്നപ്പോൾ എല്ലാ ഡോക്ടർ 3 വയസ്സുള്ളൊരു കുഞ്ഞിന് പെട്ടെന്നൊരു സുന്ദരിയായ ഒരു കുഞ്ഞിന് പെട്ടെന്നൊരു മാരക രോഗം പിടിച്ച് പെട്ടെന്ന് അതിനൊരു പൈശാചിക പോരാട്ടം ഉണ്ടായി. അതിനെ ഡോക്ടർമാർ ഉപേക്ഷിച്ച് ഞങ്ങള് ചർച്ചിൽ 18 ദിവസത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. 12ാമത്തെ ദിവസം ഈ കുഞ്ഞിനെ മൂക്കിനകത്ത് ട്യൂബൊക്കെ ഇട്ട് വാഴയിലെ വെട്ടി ചർച്ചിനകത്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങള് സഭയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തിന്റെ ആത്മാവ്, അന്ന് എനിക്ക് കൃപാവര ശുശ്രൂഷയുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിന് ദൈവം സൗഖ്യം കൊടുക്കും, ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കോണം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ആ കുഞ്ഞ് ഡിസംബർ 98 ഡിസംബർ 25-ാം തീയതി ആ കുഞ്ഞ് ഉപവാസ പ്രാർത്ഥനയിൽ 7ാമത്തെ ദിവസം കൊണ്ടുവന്നിട്ട് 4ാമത്തെ ദിവസം ഓരോ അടയാളങ്ങൾ ദൈവം കാണിക്കുമെന്ന് പറഞ്ഞു. ആദ്യം കണ്ണു തുറക്കുമെന്ന് പറഞ്ഞു, 2ാമത് ഇങ്ങനെ കൈകൾ ചലിക്കുമെന്ന് പറഞ്ഞു, 3ാമത് പറഞ്ഞു നാക്കിട്ട് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ചോദിക്കുമെന്ന് പറഞ്ഞു, 5ാമത്തെ ദിവസം അമ്മ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു, യേശുവേ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഓരോ സാഹചര്യങ്ങൾ ഇങ്ങനെ പറയുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കുഞ്ഞ് ആ വർഷം തന്നെ ഡിസംബർ 25-ാം തീയതി എഴുന്നേറ്റ് നിന്ന് ചർച്ചിൽ, അന്ന് ഇവിടെ തമിഴ്നാട്ടിലെ ഈ ക്രിസ്മസിന് വളരെ ആഹ്ലാദമായിട്ടൊക്കെ ചെയ്യും, ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യും. അവർ ഈ കുഞ്ഞിന് വിടുതൽ കിട്ടിയത് കൊണ്ട് ചർച്ചിൽ കൊണ്ടുവന്ന് കേക്ക് വെട്ടി പ്രാർത്ഥിച്ച് എല്ലാവരുടെയും വായിൽ കൊടുത്തു. ആ കുഞ്ഞ് നല്ലൊരു വിടുതൽ കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ
ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരും. ആ ടെസ്റ്റിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോരും. പക്ഷേ കുഞ്ഞ് ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടാകാം, സാഹചര്യങ്ങൾ ദൈവം നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ തളർന്നു പോകരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണോ. അവരത് കേൾക്കാതെ അവരുടെ അമ്പലങ്ങളിൽ കൊണ്ടുപോകാൻ, ഈ കുഞ്ഞിനെ അവരുടെ നേർച്ചയിൽ കൊണ്ടുപോകാനും ഇടയായിട്ട് നമ്മൾ പറഞ്ഞ വാക്കൊന്നും കേട്ടില്ല. അവസാനം ആ കുഞ്ഞ് ജീവിച്ച് കേക്ക് വെട്ടി കഴിച്ച് എല്ലാവരോടും വീടുകളിൽ പോയി സംസാരിച്ച കുഞ്ഞ് ദൈവം അവരുടെ ദൈവമാണ് അവരുടെ കുഞ്ഞിന് വിടുതൽ കൊടുത്തെന്ന് പറഞ്ഞ് അവരുടെ ആൾക്കാരെല്ലാം പറഞ്ഞു നടന്ന് അവർക്ക് ആ കുഞ്ഞ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എതിർത്ത് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ മറുതലിച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങളുടെ കോവിലുകളിൽ കൊണ്ടുപോയാൽ നിശ്ചയമായിട്ടും ഈ കുഞ്ഞ് മരിച്ചു പോകും. ഒരു ബുദ്ധിമുട്ടും ഇനി നാളെ ഞങ്ങളുടെ അടുത്ത് മറ്റു പ്രശ്നവുമായിട്ട് വരരുത്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഇങ്ങനെ സംഭവം ഉണ്ടാവും. കാരണം ഈ കുഞ്ഞ് ജീവിച്ചതാണ്, ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടന്ന കുഞ്ഞ്, ഈ കുഞ്ഞ് കേക്ക് വെട്ടിയ കുഞ്ഞ്, നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ വന്ന കുഞ്ഞ്, നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് വ്യക്തമായി അവിടെ ഇവരുടെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഈ ആ ഗ്രാമമേ ഉണ്ട്, എല്ലാവരും ഹിന്ദുക്കളാണ്, ഗ്രാമമേ ഉണ്ട്. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ് ഈ സംഭവം. അപ്പം അവരെല്ലാരും നമുക്ക് സാക്ഷിയായതുകൊണ്ട് തുടർന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷേ നമ്മുടെ വാക്കിനെയോ ദൈവത്തിന്റെ വാക്കിനെ അവര് തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ട് കുഞ്ഞിനെ അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. വീണ്ടും അവസാനമായിട്ട് അവർ വന്ന് ഞങ്ങളോട് ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർക്ക് പിന്നെ അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാനും ഇന്ന് അവര് വീണ്ടും ആ ചർച്ചിൽ തന്നെ ഒരു വിശ്വാസികളായിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം കേൾക്കുവാനും അവർക്ക് രണ്ടാമതൊരു കുഞ്ഞ് ലഭിക്കുവാനും ആ കുഞ്ഞും അവരുമായിട്ടൊന്ന് ആ ആലയത്തിൽ വിശ്വാസ മക്കളായിട്ട് കടന്നു പോകുന്നു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഞാനിത് എടുത്തു പറഞ്ഞതിന് കാരണം, നമ്മളോട് ദൈവം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കുവാൻ തയ്യാറാകണം. നമ്മൾ മറുതലിച്ചാൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല, ദീർഘക്ഷമയുള്ള ദൈവമാണ്. പക്ഷെ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് ഒരിക്കലും പോകരുത്. ഇതാണ് അതിൽ കൂടെ ഉള്ളതായ ഒരു ആഹ്വാനം. അങ്ങനെ ദൈവം ആ മിനിസ്ട്രിയെ പിന്നെയും ഡെവലപ്പ് ആക്കി എടുക്കുവാൻ തക്കണം ഇടയായിട്ടുണ്ട്. ഇതുപോലെ അനേക രോഗികൾ, അനേക ഭൂതങ്ങൾ പിടിച്ചതായ വ്യക്തികൾ ആ ദേശത്ത് തന്നെ, കൊങ്കൽ നഗരം ദേശത്ത് തന്നെ വന്ന് പ്രാർത്ഥിക്കുവാനും സൗഖ്യമാകുവാനും തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഈ 1999 ഈ സഹോദരിക്ക് ദൈവം അത്ഭുതമായി, ടാറ്റ എന്ന് പറഞ്ഞ സഹോദരിക്ക് അത്ഭുതമായ വിടുതൽ കൊടുക്കുവാനും ഞങ്ങളുടെ സഭയിൽ തന്നെ, എന്റെ ഈ ചർച്ചില്, പൊള്ളാച്ചി ചർച്ചില് വന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇന്നും ആ സഭയുടെ അംഗമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആ സഹോദരി ഒരു നല്ല ദൈവവിശ്വാസിയായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു സാക്ഷിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അനേക കുഞ്ഞുങ്ങൾ അതിനുശേഷം 2099, 2000, 2002 ആ കാലഘട്ടങ്ങളിൽ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പാല് കുടിക്കത്തില്ല. കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതെ ഹോസ്പിറ്റലിൽ കിടക്കും. അങ്ങനെ രാത്രി 2:30 മണി, 2 മണി, 1 മണി, 3 മണി, 12 മണി, ഇങ്ങനെ നല്ല ഉറക്കത്തിന്റെ അനുഭവത്തില് കതവിൽ വന്ന് തട്ടിയിട്ട് പറയും, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, സിസ്റ്ററെ ഒന്ന് വിളിക്കാമോ. അങ്ങനെ പ്രസവിച്ച കുഞ്ഞുമായിട്ട് അവര് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഒരു ദിവസമോ ആയാലും 2 ദിവസമായാലും നേരെ വീട്ടിൽ കൊണ്ടുവരും. ഞാൻ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇവരെയും പ്രാർത്ഥിച്ചു വിടും. ദൈവം അത്ഭുതമായ സൗഖ്യം ദൈവം ദാനം ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം എനിക്ക് ആ കാലഘട്ടത്തിൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കാലഘട്ടത്തിൽ തരുവാൻ തക്കോളം ഇടയായി തീർന്നിട്ടുണ്ട്. ആ 2002 ഒരു പിതാവിന് കാല് വളരെ തളർന്നു കിടക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെ കയ്യിലിങ്ങനെ നമ്മുടെ ഇത് പിടിച്ചിട്ട് വേണം, സപ്പോർട്ടിങ്ങിന് കൊടുത്തിട്ട് വേണം ആ പിതാവ് ആലയത്തിൽ കയറി വരുന്നത്. ഞങ്ങൾ പറഞ്ഞു 12 ആഴ്ച കഴിയുമ്പോൾ ദൈവം അത്ഭുതമായ സൗഖ്യം നിങ്ങൾക്ക് തരും, ഈ 12 ആഴ്ച ആലയത്തിൽ വരണം, അതിനുശേഷം വരണമെന്ന് പറഞ്ഞു. ആ പിതാവ് അതുപോലെ തന്നെ കേൾക്കുവാനും, സ്റ്റിക്ക് പിടിച്ചു വന്ന പിതാവ് ആലയത്തിൽ വന്നപ്പോൾ പിന്നെ സ്റ്റിക്ക് പിടിക്കാതെ ആലയത്തിൽ കടന്നു വരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ഇന്നും ഞങ്ങളുടെ ദേശത്ത് ആ പിതാവും ഒരു കുടുംബമായി അവര് വേറെ ചർച്ചിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ദൈവത്തായിരിക്കുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്, രോഗം സൗഖ്യം നൽകുന്ന ദൈവമാണ്. എന്റെ ജീവിതത്തിൽ സൗഖ്യം നൽകിയതുപോലെ തന്നെ അനേകരെ സൗഖ്യമാക്കിയെടുക്കുവാൻ, ശുശ്രൂഷ മുഖത്ത് അനേക ദൈവിക പ്രവൃത്തികൾ കണ്ടു സന്തോഷിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ദേവദാസി സമയം കഴിഞ്ഞു, പറയാം. ഇപ്പോഴായി ഇല്ല, സമയമുണ്ട്, പറഞ്ഞു.
അതിനുശേഷം ഞാൻ കർത്താവിന്റെ വേലയുടെ മുഖത്തിരിക്കുമ്പോൾ അവിടെ പോയി ഭയങ്കര കഷ്ടതയും, ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര കഷ്ടതയുടെയും നെടുവീർപ്പിന്റെയും മധ്യത്തിൽ കൂടി കടന്നുപോയി. ഞങ്ങൾ പോയതായ ചർച്ചകളിൽ ഒന്നും ഞങ്ങൾക്ക് അത്രമാത്രം സപ്പോർട്ടിങ് ഉണ്ടായിരുന്ന ഒരു ചർച്ച അല്ലായിരുന്നു. ഭക്ഷണത്തിന് വേദനപ്പെട്ടിട്ടുണ്ട്, വസ്ത്രത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവിടെ പോയി രോഗത്തിന് അടിമയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വേദന കണ്ട അനുഭവമായിരുന്നു 4 വർഷം. എന്നാൽ വീണ്ടും ദൈവത്തിന്റെ ആലോചനയുണ്ടായിരുന്നു. വീണ്ടും നിങ്ങളുടെ സ്വന്തം ദേശത്ത് തന്നെ, പൊള്ളാച്ചിയുടെ പ്രദേശത്ത് തന്നെ നിങ്ങളെ കൊണ്ടുവന്ന് ദൈവം നിലനിർത്തുമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം ചർച്ച കെട്ടുവാനും അവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുവാനും ഒക്കെ ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. എന്നാൽ 2011 എനിക്ക് ഗ്ലൂക്കോമ എന്റെ കണ്ണിന് വരുവാനും ഇടയായിട്ട് 58 പോയിന്റ് ഗ്ലൂക്കോമ എന്റെ കണ്ണിന് ഉണ്ടായിരുന്നു. അന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. നിൽക്കുന്ന 58 പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആ സന്ദർഭത്തിലാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നത്. ഡോക്ടർ ആൽബിൻ, കൂത്താട്ടുകുളത്തുള്ളതായ ഡോക്ടർ ആൽബിൻ എന്ന് പറഞ്ഞാൽ അത് പത്രത്തില് ആ ഡോക്ടറിന്റെ പേര് കണ്ട് ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ആ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇടയെത്തുന്നത്. ഇതിനു മുമ്പിട്ട് തന്നെ ഞാൻ ഈ കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ട് വന്നപ്പോൾ, 2015 ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഒരു കത്തോലിക്ക ഡോക്ടറാണ്. നിനക്ക് ആ ഡോക്ടർ കത്തോലിക്ക് ഉള്ള ഡോക്ടറാണെങ്കിലും നന്നായി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് പറയുവാൻ തക്കൊണ്ട് ഇടയെത്തുന്നു. ഡോക്ടർ പറഞ്ഞു, മോളെ ഒന്നും വിഷമിക്കണ്ട, 58 പോയിന്റ് കൂടുതലാണ്, നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, പക്ഷെ ഞാൻ മരുന്ന് തരാം, വീട്ടിൽ പോയി നമ്മുടെ ദൈവത്തെ വിളിക്ക്, പ്രാർത്ഥിക്ക്, ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം. അങ്ങനെ അരവിന്ദിൽ കൊണ്ടുപോയി, വാസനയിൽ കൊണ്ടുപോയി, അഹല്യയിൽ കൊണ്ടുപോയി, എല്ലായിടത്തും, ഇനി കൊണ്ടുപോകാത്ത അങ്കമാലി കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയി. എല്ലാ ഡോക്ടർമാരും കൈവിടിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ 14 ദിവസം പച്ചവെള്ളം കുടിക്കാതെ ദൈവസന്നിധിയിൽ ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ തക്കോണം ഇടയായിട്ട് ആ സമയത്താണ് ഈ ഡോക്ടറിന്റെ കോണ്ടാക്ട് ലഭിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. അങ്ങനെ കൂത്താട്ടുകുളത്തുള്ള ഡോക്ടറിനെ എനിക്ക് കൺസൾട്ട് ലഭിക്കുവാനും ആ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോഴും എന്റെ കണ്ണിന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിമാസം 5000 രൂപ എന്റെ കണ്ണിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ 2018-19 ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആ കാലഘട്ടത്തിൽ കൊറോണ സമയമായിരുന്നല്ലോ. ആ സമയത്ത് ഡോക്ടേഴ്സിനെ കാണുവാനോ മരുന്നുകൾ വാങ്ങി കഴിക്കുവാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായപ്പോൾ എന്റെ കണ്ണിന്റെ കാഴ്ച നല്ല കുറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ 2011 മുതൽ 2022 വരെ ഞാൻ ദൈവത്തോട്, 2016 വരെ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അതിനു മുമ്പിട്ട് ഞാൻ എല്ലായിടത്തും പരസ്യയോഗത്തിന് പോകും, ഹൗസ് വിസിറ്റിങ്ങിന് പോകും, ഒരു ട്രെയിനിൽ പോയാൽ അവിടെ സുവിശേഷം പറയും, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ സുവിശേഷം പറയും, ഒരു പൊതു സ്ഥലത്ത് എവിടെ നിന്നാലും ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ ദൈവത്തെ കുറിച്ച് പറയാതിരിക്കത്തില്ല. ഞാനത് അപമാനമായി കണക്കാക്കത്തില്ല, അത് വളരെ സന്തോഷമായി ഞാൻ കണക്കാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എവിടെ പോയാലും എനിക്ക് ദൈവം തന്ന വിടുതൽ, ദൈവം എന്നെ രക്ഷിച്ചതായ വിടുതൽ, എന്റെ സഹോദരങ്ങളെ രക്ഷിച്ചതായ വിടുതൽ, എന്റെ പിതാവിനെ രക്ഷിച്ചതായ വിടുതലിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു, സാക്ഷ്യം പറയുമായിരുന്നു. അങ്ങനെ 2016 ആയപ്പോൾ കണ്ണിന്റെ കാഴ്ചക്ക് കുറച്ച് ബുദ്ധിമുട്ട് കയറി. നല്ല ബുദ്ധിമുട്ടായത് 2020-21-22 കാലഘട്ടങ്ങളിലാണ്. 19 മുതലാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടായത്. 16 മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എനിക്ക് ചില ശുശ്രൂഷകൾ തരണം. ഞാൻ ശുശ്രൂഷയ്ക്കൊക്കെ കടന്നു പോകുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല പാട്ട് പാടും. അപ്പൊ എന്നെ എല്ലാവരും, ഞാൻ പാട്ട് പാടുമ്പോ ഒരു പാട്ട് പാടാൻ എനിക്കൊരു ടൈം തരണേ ഞാൻ ചോദിക്കുമായിരുന്നു എല്ലാവരോടും. എന്നെ അവിടെയൊക്കെ കണ്ണുനീര് വന്നിട്ടുണ്ട്. എനിക്ക് അവസരം തരത്തിലായിരുന്നു. അതുപോലെ വർഷിപ്പ് ചെയ്യാൻ എനിക്കൊരു അവസരം തരത്തിലായിരുന്നു. ഞാൻ അങ്ങനെ 2016 ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു, കർത്താവേ നീ എനിക്ക് കണ്ണിന്റെ കാഴ്ച അല്പമാണെങ്കിലും തന്നാൽ നിന്റെ വേല ഞാൻ ഇനി അതിനും അധികമായി ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് 2016 ഫെയ്ത്ത് വിമൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞതായ ഒരു ഗ്രൂപ്പിൽ
ഒരു ഗ്രൂപ്പിലല്ല, ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വം കൊടുക്കുവാനുള്ളതായ ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ തന്നെയാണ് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ, ഞാൻ തന്നെയാണ് അതിന്റെ A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും. ഈ കാര്യം എനിക്കൊരു ഗ്രൂപ്പ് നടത്തണം, ദൈവം എന്നോട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ 2-3 ദൈവദാസന്മാർ എന്നെ നിരുത്സാഹപ്പെടുത്തി വിടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 2016 എന്നോട് സംസാരിച്ചു. ഞാനിത് 2-3 ദൈവദാസന്മാരോട് പറഞ്ഞു, അവരെല്ലാം നിരുത്സാഹപ്പെടുത്തി വിടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 2019 ആരംഭത്തിൽ തന്നെ ഓഗസ്റ്റ് മാസം ഒരു 15-നും 28-നും ഇടയിലുള്ളതായ സമയത്ത് രാത്രി 2:30 മണിക്ക് ദൈവദാസനെ തട്ടി ഉണർത്തിയിട്ട് ഞാൻ പറഞ്ഞു, എഴുന്നേക്ക് ചായ, ദൈവം എന്നോട് സംസാരിക്കുന്ന സഹോദരിമാരുടെ ഇടയിൽ ഒരു പ്രവർത്തനം ചെയ്യുവാൻ ദൈവം എന്നോട് പറയുകയാണ്. നിനക്ക് ഞാൻ അനേക സഹോദരിമാരെ തരും, നിന്റെ കൂട്ടിനായി അനേക ദൈവദാസന്മാരെ തരുമെന്ന് പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ 2018 അവസാനം 2019 ആരംഭത്തിൽ ഫെയ്ത്ത് വിമൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് പേര് ഇട്ട് സഹോദരിമാരുടെ മീറ്റിംഗ് നടത്തുവാൻ ഉള്ളതായ ഭാഗ്യം കർത്താവ് എനിക്ക് ഒരുക്കി. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒരു ദേവദാസിക്ക് അപ്പം ഞാന് അതിന് തൊട്ട് ആഴ്ചക്ക് 2 ആഴ്ചക്ക് മുന്നേ ഒരു ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പില് ഒത്തിരി രോഗികളായ ദേവദാസിമാരുണ്ടായിരുന്നു. ഒരു ദേവദാസിക്ക് ഈ തൊണ്ടയ്ക്ക് പ്യൂപ്പൽ പിടിച്ചിട്ട് 19 വർഷം ആ രോഗത്തിന് തന്നെ അടിമയായിരുന്നു. അപ്പൊ ഞാന് ഇങ്ങനെ മെസ്സേജ് കൊടുത്ത് ഇതുപോലെ എന്റെ ടെസ്റ്റ് മണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞാൻ മെസ്സേജും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് രോഗമാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ശരീരത്തിൽ കൈവയ്ക്കുക, ദൈവം അത്ഭുതമായ സൗഖ്യം തരുമെന്ന് ഞാൻ ആ ലൈവിൽ കൂടെ ഇതുപോലെ പറയുകയാണ്, ഫോണിൽ കൂടെ പറയുകയാണ്. അപ്പോൾ ഈ രോഗികളായ എല്ലാ പ്രിയപ്പെട്ടവരും കോമൺ മീറ്റിംഗിനകത്ത് എല്ലാ പ്രിയപ്പെട്ടവരും അവനവന്റെ ശരീരത്തിൽ അവനവന്റെ രോഗം എന്താണോ അത് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഈ ആന്റി എനിക്ക് 19 വർഷമായിട്ട് എന്റെ തൊണ്ടയ്ക്ക് പ്യൂപ്പലാണ്. ആ രോഗത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ തരുവാൻ തക്കോണം ഇടയായി തീർന്നു. എല്ലാവരും കഴിക്കുന്ന പോലെ ആഹാരം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും തൈരും ചോറും മാത്രമായിരുന്നു 19 വർഷവും കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സഹോദരിയുടെ മെസ്സേജും ടെസ്റ്റിമണിയും പ്രാർത്ഥനയും എന്റെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2018 പകുതിയില് ഈ ആന്റിയുമായിട്ട് കോണ്ടാക്ട് ലഭിക്കുക. ഈ ആന്റി അനേക സൂമുകളിൽ എന്നെ കുറിച്ച് പറയുവാനും ദൈവം ചെയ്ത ഉപകാരവും വിടുതലും ഈ ആന്റി പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഈ ആന്റി നിമിത്തം എനിക്ക് അനേക സൂമുകളിൽ മെസ്സേജ് കൊടുക്കുവാനുള്ളതായ ഭാഗ്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. വർഷിപ്പ് ചെയ്യുവാനുള്ള ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ടെസ്റ്റ് മണി പറയുവാനുള്ള ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. മീറ്റിങ്ങുകൾ പിന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അനേക കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന അനേക കുടുംബങ്ങളെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഒന്നാക്കിയെടുക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അനേക ഇടങ്ങളിൽ കർത്തൃവേലയിൽ നേരിട്ട് പോയി ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനു മുൻപിട്ട് ഞാൻ ദൈവവേലയിൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമോ, ഒരു മെസ്സേജ് പറയാൻ അവസരം തരുമോ എന്ന് ചോദിച്ചതിനെ തള്ളിവിട്ടതായ അനുഭവത്തിൽ വേദനപ്പെട്ട് ഞാൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ദൈവം എന്നെ 2018 മുതൽ ഈ 2024 വരെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ 2020-ലാണോ 22-ലാണോ എനിക്ക് ഓർമ്മ വരുന്നില്ല, ബാബു ചെറിയാൻ അങ്കിളിന്റെ മീറ്റിംഗിൽ, അങ്കിളാണ് മെയിൻ മെസ്സേജ് എങ്കിലും സഹോദരിമാരുടെ മീറ്റിംഗ് ആയിരുന്നു. അതിലെനിക്ക് മെസ്സേജ് പറയുവാനും ടെസ്റ്റ് മണി പറയുവാനും ഒരു അവസരം എനിക്ക് ആ ഗ്രൂപ്പ് എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ ഞാൻ മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ 2 വർഷം ബൈബിൾ വായിക്കാൻ എനിക്ക് യാതൊരു സാഹചര്യം, ബൈബിൾ മെസ്സേജ് എവിടെയെങ്കിലും വരുമ്പോൾ പാസ്റ്റർ എനിക്ക് ലാപ്ടോപ്പിൽ മെസ്സേജ് ഇട്ട് വരും, മെസ്സേജ് അല്ല ബൈബിൾ ഇട്ട് വരും. ബൈബിൾ ഏത് വാക്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അധ്യായം ഫുള്ളും എനിക്ക് ഇട്ട് വരും. അതിരുന്ന് കേൾക്കും. എന്നിട്ട് ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. ഈ വചനം എടുത്ത് നീ മെസ്സേജ് പറഞ്ഞാൽ മതി എന്ന് ദൈവാത്മാവ് എന്നോട് പറയും. ഞാൻ ആ വിഷയം വെച്ച് മെസ്സേജ് പറയും. അങ്ങനെ ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, ഞാൻ 2 വർഷമായിട്ട് ബൈബിൾ വായിച്ചിട്ടില്ല, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഞാൻ മെസ്സേജ് കൊടുക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ എനിക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് തരും, ബൈബിൾ ഓണാക്കി തരും. ഞാൻ ആ ബൈബിൾ കേൾക്കും. അതിനകത്ത് നിന്ന് ദൈവം എന്നോട് സംസാരിക്കും. ഞാനത് പ്രാർത്ഥിക്കും. അതിൽ കൂടെയാണ് ഞാൻ മെസ്സേജ് പറയുന്നത്. പാസ്റ്റർ എനിക്കൊരു പോയിന്റ് പോലും പറഞ്ഞു തരത്തില്ല.
നീ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചോ എന്നാണ് എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ ആ മീറ്റിംഗിൽ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പറഞ്ഞു, 2 വർഷമായിട്ട് ബൈബിൾ വായിച്ചിട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ ഒരു വഴിയില്ല, എനിക്ക് മൊബൈലും എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ തലവരെപ്പറമ്പിലുള്ളതായ ആന്റി ഇന്നും കർത്തൃവേലയിലാണ്. ആന്റി എനിക്ക് ഓഡിയോ ബൈബിൾ പ്രസന്റ് ചെയ്യുവാനും ഗിഫ്റ്റായി എനിക്ക് തരുവാൻ തക്കോണം ഇടയായി തീർന്നു. അതാണ് പ്രിയതയ മക്കളെ, എന്റെ ജീവിതത്തിൽ ഇന്നും ആ ബൈബിളാണ് എന്നെ അനേക ഇടങ്ങളിൽ സുവിശേഷം പറയുവാനുള്ളതായ ഒരു ഉപകരണമായി കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫുൾ ബൈബിൾ ഉണ്ട്. പുതിയ നിയമം, പഴയ നിയമവും, സങ്കീർത്തനവും ഫുൾ ബൈബിൾ ഉണ്ട്. ആ ബൈബിൾ ഞാൻ കേൾക്കും, ദൈവസന്നിധിയിൽ ഇരിക്കും, പ്രാർത്ഥിക്കും. 1-1.5-2 മണിക്കൂറൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുക്കാനുള്ളതായ ഭാഗ്യം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ എവിടെയൊക്കെ എന്നെ തള്ളി മാറ്റി നിർത്തിയോ അവിടെയൊക്കെ എന്റെ ദൈവം എന്നെ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെ എന്നെ വേണ്ട എന്ന് പറഞ്ഞു അവിടെയെല്ലാം ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിസാര കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ഭവനത്തിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തിയതായ അനുഭവങ്ങൾ, വേദനപ്പെടുത്തിയതായ അനുഭവങ്ങൾ. എന്റെ ഇളയ അനുജത്തിയുടെ വിവാഹത്തിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. എന്നെ അതിൽ ചെറിയൊരു കാര്യം, ഞാൻ തെറ്റ് ചെയ്യാതെ ഞാൻ തെറ്റുകാരി എന്ന് പറഞ്ഞ് എന്നെ ലോകത്തിന് മുമ്പിൽ കരിവാരി തേച്ച് എന്നെ അപമാനപ്പെടുത്തി, എന്നെ ഒറ്റപ്പെടുത്തി, ആ വിവാഹത്തിന് എന്നെ പങ്കെടുപ്പിച്ചില്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇന്നും ആ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. എന്നാൽ അവിടെ നിന്നും ദൈവം എന്നെ അനേകരുടെ മധ്യത്തിൽ 1500-2000 പേരൊക്കെ നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഗാനങ്ങൾ ആലപിക്കുവാനും മെസ്സേജ് കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം സ്വതന്ത്ര ദൈവം എന്നെ ഇന്ന് വരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച തിരുവല്ലയുടെ പ്രദേശത്ത് കൺവെൻഷന് കൊയറിൽ പോയി പാടുവാനും ആ കൊയറിൽ ലീഡ് ചെയ്യുവാൻ, വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ദൈവം അവസരം ഒരുക്കി. ചെറിയ പനിയൊക്കെ ഉണ്ടായതുകൊണ്ട് തൊണ്ടയ്ക്ക് അത്ര നല്ലൊരു ക്ലിയർ അല്ലായിരുന്നു. ഇപ്പോഴും തൊണ്ട നല്ല ക്ലിയർ അല്ല, എങ്കിലും ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതാണ് ഇപ്പോഴും എന്റെ കണ്ണിന് കാഴ്ചക്കുറവാണ്. ദൂരെ പോകുമ്പോൾ, വെളിയിൽ പോകുമ്പോൾ ഒരാളുടെ ആശ്രയം എനിക്ക് ആവശ്യമാണ്. എന്നാൽ എന്റെ ചുറ്റുപാടൊക്കെ എനിക്ക് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ തന്നെ പോകും, തന്നെ വരും, എല്ലാം ചെയ്യും, വീട്ടുപണി എല്ലാം ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്റെ മോൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നല്ലൊരു ഭാവി അവൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവം അവൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവളുടെ വിവാഹ കാര്യം ദൈവം അനുവദിച്ചാൽ പുതിയ വർഷത്തിൽ ഞങ്ങൾ നടത്തുവാനും ആഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് കർത്തൃവേലയിലാണ്. കോയമ്പത്തൂർ പ്രദേശത്ത് പോതന്നൂർ IPC സഭയിൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം അനേക രോഗികൾ സൗഖ്യമാകുവാനും അനേക ജീവിതങ്ങൾ ക്രിസ്തുവിൽ കൊണ്ടുവരുവാനുള്ള ഭാഗ്യങ്ങൾ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സൂം മീറ്റിംഗിൽ കൂടെയും നേരിട്ടുമൊക്കെ കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും എനിക്ക് കാഴ്ചയ്ക്ക് മങ്ങലാണ്, കാഴ്ചയ്ക്ക് കുറവുണ്ട്. എന്റെ അടുത്ത് വന്നെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ കാണുവാൻ തക്കോണം കഴിയുകയുള്ളൂ. ഒരാളുടെ ആശ്രയമില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ തന്നെയാണ്. ദൈവമക്കൾ ആത്മാർത്ഥ പ്രാർത്ഥിക്കണം. എന്റെ ഗ്രൂപ്പിന്റെ പേര് ഫെയ്ത്ത് വിമൻ ഫെലോഷിപ്പ് എന്നാണ്. ആ ഗ്രൂപ്പിനെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ ഗ്രൂപ്പിൽ കൂടെ അനേക ദൈവമക്കൾ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് ആ ഗ്രൂപ്പിൽ കൂടെ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനേകരെ ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അനേക സഹോദരിമാരുടെ ജീവിതത്തിൽ അത് പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതായ പ്രിയ ഈ ടീമിന് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഒരു 2 സന്ദർഭവും കൂടി ഇതിനായിട്ട് ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. 17 വയസ്സില് സമയമുണ്ടോ? പറഞ്ഞാട്ട് 2 സന്ദർഭം ഞാൻ വിട്ടുപോയതുകൊണ്ടാണ്, സോറി. രണ്ട് സന്ദർഭമുണ്ട്. 17 വയസ്സില് എന്റെ ശരീരത്തില് പാമ്പ് കയറുവാൻ തക്കോളം ഇടയായി തീർന്നു. ഒരു പ്രാവശ്യം ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞു. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പച്ചിലപ്പാമ്പ് എന്റെ ശരീരത്തിൽ കയറുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്റെ കാല് ചുറ്റി നിൽക്കുവാൻ തക്കോളം ഇടയായി തീർന്നു. ഞാൻ ചെറിയ പ്രായത്തില്, ഞാൻ പറഞ്ഞ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് എന്റെ ശരീരം മൊത്തം ചുറ്റി, എന്റെ ശരീരം മൊത്തം ചുറ്റി വരിഞ്ഞു കിടക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അവിടെ എന്റെ ഭവനത്തിന്റെ തൊട്ടടുത്ത് പരസ്യവും നടക്കുമ്പോൾ ജോർജാന്റെ ഭവനത്തിൽ മൂത്ത മകൾ മരണത്തെ മുഖാമുഖമായി കണ്ടു കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഞാൻ റെസ്റ്റ് റൂമിൽ പോവുകയായിരുന്നു. എന്റെ ഭവനത്തിൽ ആരുമില്ല, മാതാവുമില്ല, പിതാവുമില്ല, ആരുമില്ല. ആ സമയത്ത് എനിക്ക് മുടി നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്റെ ശരീരം മൊത്തം പാമ്പിനാൽ ചുറ്റപ്പെട്ടവളായി കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു. ആ പരസ്യത്തിന് വന്ന് ദൈവാത്മാവരോട് സംസാരിച്ചിട്ട് എന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവരത് കാണുവാൻ തക്കോണം ഇടയായി തീർന്നത്. അതിൽ നിന്ന് വലിയ മരണത്തിൽ നിന്ന് അപ്പൊ പാമ്പ് എന്റെ കഴുത്തിൽ വരെയും താഴെ വരെയും ചുറ്റിക്കിടക്കുന്ന പാമ്പ് എന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞതിനു ശേഷം എന്റെ അനുജത്തിയൊക്കെ 6 വർഷം
പൊള്ളാച്ചിയുടെ പ്രദേശത്തുണ്ടായിരുന്നു. അവർ വന്ന് എന്റെ അനിയത്തിയുടെ മക്കൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എന്റെ ടിൻസ് കുഞ്ഞുങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവരിവിടെ പൊള്ളാച്ചിയിൽ വരുവാൻ കൊണ്ട് ഇടയെത്തുന്നത്. എന്റെ ഭവനത്തില് അപ്പം ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പട്ടി എന്താ ബാത്റൂമിനകത്ത് കയറിയിരിക്കുന്നത് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഞാൻ ബാത്റൂമിനകത്ത് കയറി കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുമ്പോൾ ഈ പേപ്പട്ടി ബാത്റൂമിനകത്ത് ഇരിക്കുക. ഞാൻ ഡ്രസ്സെല്ലാം കുളിക്കാനുള്ള തയ്യാറെടുപ്പോടെ നിൽക്കുമ്പോൾ ഈ പട്ടി വായിക്കകത്തുനിന്ന് നരയും പതയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശപ്പാ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, സ്തോത്രം 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 എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പതുക്കെ കൊളുത്തിന്റെ ശബ്ദം കേൾക്കാതെ എന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ട് ഞാൻ എന്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ വിളിച്ചു കാണിക്കുമ്പോൾ അവരെല്ലാം ഭയപ്പെടുവാൻ തൊണ്ടവിടെ ഇടയായിത്തീർന്നു. ആ പേപ്പട്ടി എന്റെ ശരീരത്തിൽ തൊടുവാനോ എന്റെ ശരീരത്തിലേക്ക് ഒരു പൊറലേൽക്കാതെ മരണപ്പെടാതെ ദൈവമെന്നെ ആ 2 മരണകരമായ സന്ദർഭത്തിൽ നിന്ന് ദൈവമെന്നെ വിടുവിച്ചു കൊണ്ടുവരുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷം പലവിധമാകുന്ന വേദനയല്ല, മരണത്തിന്റെ അനുഭവങ്ങൾ. ചൂടുവെള്ളം എന്റെ ശരീരത്തിൽ, തിളച്ച വെള്ളം എന്റെ കാലിലും എന്റെ ശരീരത്തിലും വയറ്റിലും വീഴുവാൻ 3 മരണത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു കൊണ്ടുവരുവാൻ തക്കൊണ്ട് ഇടയെത്തുന്നു. ഇത് ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയത് കൊണ്ടാണ്, പെട്ടെന്ന് ദൈവാത്മാവിനെ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് പറയുവാൻ തക്കോണം ഇടയായി തീർന്നത്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കുന്നതായ ദൈവമക്കൾക്ക് നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഗ്രൂപ്പിനെയും ഇതിന്റെ മിനിസ്ട്രിയെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ ടെസ്റ്റ് മണി കേട്ടതായ ജീവിതങ്ങൾക്ക് ഇതൊരു അനുഗ്രഹവും പ്രചോദനമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ അപ്പൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അവസരം ഒരുക്കി തന്ന ടീമിന് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ വിരാമം കുറിക്കുന്നു. ദൈവം ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്റേ, നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പൊ കണ്ണിന് വളരെ ചെറുതായിട്ടുള്ള കാഴ്ചയേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ, വളരെ അടുത്ത് ഇരുന്നെങ്കിലേ കാണത്തുള്ളൂ. ഓക്കെ ഓക്കെ സിസ്റ്റേ, കർത്താവ് എന്നാലും ഇത്രത്തോളം നടത്തിയല്ലോ. കർത്താവ് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കർത്താവിൻ്റെ ആ വലിയ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ ദാസിയെ കർത്താവ് ഇടയാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത്. കർത്താവിൻ്റെ ദാസിക്ക് അതറിയുവാൻ ഓരോ ദിവസവും കർത്താവ് ഇടയാക്കുന്നല്ലോ. അനേകർക്ക് കർത്താവിൻ്റെ ദാസി ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്. ഓക്കെ ദേവദാസി, താങ്ക് യു. ബ്ലസ് യു സിസ്റ്റർ. ഓക്കെ ഓക്കെ, സാക്ഷ്യം തീർന്നു. ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓക്കെ, താങ്ക് യു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ ദേവദാസിയെയും കുടുംബത്തെയും പരിചയപ്പെടുവാനും ഈ മിനിസ്ട്രിയെ കുറിച്ച് കേൾക്കുവാനും അവസരം ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പൻ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മിനിസ്ട്രി വിശാലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക് ഇത് പ്രചോദനമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും തിരികെ കിട്ടുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവോടൊന്ന് പ്രവർത്തിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗിദിയോനോട് ഈ ബലത്തോടെ പോകുക എന്ന് പറഞ്ഞ ദൈവമേ, നിന്റെ മക്കളോട് കൂടിയിരിക്കണമേ. എരിഹവും മതിലുകളെ കർത്താവെ, എത്ര കടന്നു വന്നാലും അതിനെ കർത്താവ് തകർത്തെറിയുവാനുള്ള ആത്മശക്തി നിന്റെ മക്കളുടെ ശുശ്രൂഷയില് ദൈവം കൊടുത്ത് തന്റെ മക്കളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയെ വിശാലമാക്കണമേ. അനേക ടെസ്റ്റ് മണികൾ അനേക ജീവിതങ്ങളെ ആകർഷിക്കുന്നതും അനേകരുടെ പ്രവർത്തനങ്ങൾക്ക് വിശാലതയ്ക്ക് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളൊക്കെ സാധ്യമാക്കണമേ. വിടുതൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. ദൈവം വലിയോ പ്രവർത്തിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. താങ്ക് യു.